ഓക്കെ. ബഹുമാനപ്പെട്ട ലോഹി സാറ്, അതുപോലെ നമ്മുടെ KSG, നമ്മുടെ പെട്ടെന്നുള്ള ക്ഷണം സ്വീകരിച്ചു വന്ന തലോടി സാർ, താഴെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ചർച്ച നമ്മൾ ഓൾറെഡി അതിന്റെ മുഖവുര പറഞ്ഞാണ്. ക്രിസ്തുവിന്റെ ജനനം ലോജിക്കലോ എന്നുള്ള ഒരു ചോദ്യം. വാസ്തവത്തിൽ ഈ ചർച്ച ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ ഇത് കേൾക്കുന്ന ആളുകൾക്കോ ഇതിന്റെ ഗ്രാവിറ്റി എത്രയാണെന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ ജനനം ഇല്ലോജിക്കലാണ് എന്ന് തെളിയിച്ചാൽ ബേസിക്കലി യു ആർ പ്രൂവിങ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് ഇല്ലോജിക്കൽ. അത് അത്ര വലിയൊരു സ്റ്റേക്കാണ്. ക്രിസ്തുവിന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലോജിക്കലാണെന്ന് തെളിയിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം എന്നാണ്. ഇപ്പൊ ക്രിസ്തു ആരാണ് എന്നുള്ളതിലാണ് വാസ്തവത്തില് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഫെയ്ത്ത് സിസ്റ്റം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ലോഹിതാക്ഷൻജി പറഞ്ഞ പോലെ ഇത് തമാശയ്ക്കായിട്ട് ഇട്ടിരിക്കുന്ന വിഷയമാണെങ്കിലും ഞാൻ ഇതിനകത്ത് കീനായിട്ട് എടുക്കാനുള്ള കാരണം ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഈ ചർച്ച ഇവിടെ ഒരു നല്ല സൗഹൃദ അന്തരീക്ഷമാണ്. കഴിയുന്നതും മറ്റുള്ള വിശ്വാസങ്ങളെ എതിർക്കാതെ തന്നെ ഐ വോണ്ട് ടു പ്രസന്റ് മൈ കേസ്. അപ്പൊ ഞാൻ ആ ചർച്ചയിൽ നിന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയത് KSGയും ലോഹിതാക്ഷൻജിയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, വെർജിൻ ബർത്ത് എന്ന് പറയുന്നത് ലോജിക്കലി പോസിബിൾ അല്ല. കാരണം സ്പേമും എഗ്ഗും ഇല്ല, മെറ്റീരിയൽ ഇല്ല. അതുകൊണ്ട് അത് ലോജിക്കിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ ലോസിനെ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. നമുക്കറിയാം ഒരു സാധാരണ ബർത്തിന്റെ ബയോളജി, സ്പേം ആൻഡ് എഗ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ദെൻ മെച്യൂരിറ്റി, ഒരു വൂമ്പിൽ അല്ലെങ്കിൽ ഒരു ഗർഭാശയത്തിൽ നടന്ന് സമയം കഴിയുമ്പോൾ ഒരു കുഞ്ഞ് പുറത്തു വരുന്നു. അതായത് ഒരു ഡോണർ ഇല്ല, സ്പേം ഡോണർ ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല. ബേസിക് കാരണം റീട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ലൈഫിന് അല്ലെങ്കിൽ മനുഷ്യജീവന് അണ്ടവും ബീജവും, പുംബീജവും സ്ത്രീ ബീജവും വേണം എന്നുള്ളതാണ്. ആധുനിക ലോകത്ത് പലതരം ബർത്തുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 2026 ഫെബ്രുവരിയിലാണ് നമ്മളുള്ളത്. നമുക്കിന്ന് നാച്ചുറൽ ബർത്ത് ഉണ്ട്, അതായത് സാധാരണ സ്ത്രീ പുരുഷ സംയോഗത്താൽ ഉണ്ടാവുന്ന ബർത്ത്. ഒരു 5 ലക്ഷം രൂപ, എനിക്കറിയില്ല ഇപ്പൊ നാട്ടിൽ എത്രയാണ്, 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് IVF ചെയ്യാം. ഇപ്പൊ ഈ സന്താന ശേഷി കുറവുള്ള ആളുകൾക്കൊക്കെ നമ്മൾ IVF ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന വേറൊരു സാധനമാണ് ലാബ് ഗ്യാമറ്റിസ് അല്ലെങ്കിൽ IVG എന്ന് പറയുന്ന വേറൊരു ബർത്ത് പ്രോസസ്. ആർട്ടിഫിഷ്യൽ വൂമ്പ് എന്നുള്ള ഒരു ഫിക്ഷൻ നമുക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചിലരെല്ലാം കേട്ടിട്ടുണ്ടോ? ക്ലോണിങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാർത്തനോജെനസിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് ഇന്ന് മെറ്റീരിയലൈസ് ആണോ പലതും എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഹ്യൂമൻ ബർത്ത് എന്നുള്ളത് പല രീതിയിൽ നടക്കാമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങള് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചിലപ്പോൾ മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ 3 പേരൻസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, അതായത് ഒരു DNA 2 പേരൻസിൽ നിന്നും മൈറ്റോകോൺട്രിയൽ DNA ഒരു ഡോണറിൽ നിന്നും സ്വീകരിച്ച് ഹെൽത്തി ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഒന്നുണ്ട്. ഒരുപക്ഷെ ചിലരെല്ലാം കേട്ടിട്ടുണ്ടാവും. നമ്മൾ അതിനെ മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 3 parent IVF. IVG എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസോ പ്ലൂറിപൊട്ടന്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആയിട്ടോ അല്ലെങ്കിൽ എഗ്സ് ആൻഡ് സ്പേംസ് ആയിട്ടോ മാറ്റിയിട്ട് ഹ്യൂമൻ എഗ്സ് സ്കിൻ സെല്ല് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തിയോളജിയാണ്. അതിനുശേഷം അതിന്റെ ക്രോസ് നടത്തുന്നത് ഒരു ലാബിൽ ചെയ്യാം. ഇത് നമുക്ക് ഈ സെയിം സെക്സ് കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പൊ നമുക്കറിയാലോ ഈ വിപ്ലവമാണ്, ഈ എന്താണ് സെക്ഷുവൽ റെവല്യൂഷൻ നടക്കുന്ന കാലമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു ടെക്നോളജി ഉണ്ട്. ഇതിനകത്ത് സ്ത്രീയോ പുരുഷനോ നോർമൽ രീതിയിൽ സംയോജിച്ചല്ല കുട്ടികൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം ചിലതെല്ലാം ഒരു പക്ഷേ 10 വർഷത്തിനുള്ളിൽ വളരെ കോമൺ ആയിട്ട്, ഇപ്പൊ IVF നമ്മുടെ നാട്ടിൽ നിന്ന് കോമൺ ആവുന്ന പോലെ ഒരുപക്ഷെ
10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകളിൽ സാധാരണമായേക്കാവുന്ന അല്ലെങ്കിൽ ആകുവാൻ പോകുന്ന ടെക്നോളജികളാണ്. ഇവിടെയൊന്നും സ്ത്രീ പുരുഷ സംയോഗത്തിലല്ല നടക്കുന്നത്. മനുഷ്യന്റെ കേവലം നോർമൽ സെൽസിൽ നിന്ന് തന്നെ നമുക്ക് എക്സ് ആൻഡ് സ്പേംസ് ഉണ്ടാക്കാനും അതിൽ കൂടെ കുട്ടികളെ ഉണ്ടാക്കാനും ഒരു സ്ത്രീ ഗർഭാശയം പോലും ആവശ്യമില്ലാണ്ടോ. നിങ്ങൾ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞൊരു എന്നെ വളരെ സ്വാധീനിച്ച ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ അകത്ത് ഇനിയുള്ള കാലത്ത് ഈ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് മാറുകയും ഹാച്ചറികളിലെ കുട്ടികൾ ഉണ്ടാകുന്ന സിസ്റ്റത്തിലോട്ട് വലിയ താമസമില്ലാണ്ട് ലോകം മാറുകയും അപ്പനും അമ്മയും ഇല്ലാതാകുകയും ചെയ്യുന്ന കാലം വരുമെന്ന് പറയുന്ന ഒരു ബുക്കാണ്. നമ്മൾ വളരെ വേഗത്തില് ആ ടെക്നോളജിക്കൽ റെവല്യൂഷനിലോട്ട് നമ്മൾ എത്താൻ പോവുകയാണ്. ഇനി ക്രിസ്തുവിന്റെ ജനനത്തിലോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ക്രിപ്ചർ, തിരുവെഴുത്ത് എന്താണ് ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 1:35 പറയുന്ന കാര്യം, ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, ദ പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ വിൽ ഓവർഷാഡോ യു. അതായത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും അല്ലെങ്കിൽ വരും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദ വൂംബ് എന്നാണ്. അതായത് ഗർഭഫലം ഉണ്ടായിരിക്കുന്നത് ഗർഭപാത്രത്തിലാണ്. മറിയയുടെ കസിനായിരിക്കുന്ന എലിസബത്ത് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ബ്ലസ്സഡ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് യുവർ വൂം, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പോ ക്രിസ്തു ഒരു കോസ്മിക് ഒറിജിൻ ആണെന്ന് ക്രിസ്ത്യാനികൾ ആരും അവകാശപ്പെടുന്നില്ല. ക്രിസ്തു മറിയയുടെ ഗർഭപാത്രത്തിന്റെ ഫലം തന്നെയാണ്. ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ക്ലബ് ഹൗസിനെ പ്രകമ്പനം കൊള്ളിച്ച പല റൂമുകളുണ്ടായി. പല ആൾക്കാർ ഇവിടുന്ന് പോകാനുള്ള കാരണം മറിയ ക്രിസ്തു ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. പലർക്കും അതൊരു ഇടർച്ചക്കല്ലായിരുന്നു. ക്രിസ്തുവിനെ വഹിച്ചവൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മറിയെ തിയോടോക്കോസ് അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 1:35-42 വായിച്ചത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ സീഡ് എന്താണ്? സീഡ് മറിയയുടെയാണ്. നമുക്കറിയാം ലോഹിതാക്ഷജിയുടെ മെയിൻ ആർഗ്യുമെന്റ് ഇതായിരുന്നു, മാറ്റർ ഇല്ലാതെ സ്ത്രീയും പുരുഷനും സംയോജിക്കാതെ എങ്ങനെ കുട്ടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അപ്പൊ മാറ്ററും ഫോമും വേണം. അരിസ്റ്റോട്ടിലിയൻ ലോസ് അനുസരിച്ചിട്ട് മേരിയുടെ സബ്സ്റ്റൻസും അതിൽ തന്നെ വേറൊന്നും ഇല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ബ്ലൂ പ്രിന്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബൈ ഡെഫിനിഷൻ ഗോഡ് ഈസ് എ സോഴ്സ് ഓഫ് ഓൾ എനർജി. എല്ലാ എനർജി എന്നുള്ള എന്റെ മലയാളം, ശക്തിയുടെയും ഉറവിടം ദൈവമാണ്. എന്നാൽ ഈ ശക്തിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമോ? മനസ്സിലായില്ലേ? ഇപ്പൊ ശക്തിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമോ? അത് ഫിലോസഫേഴ്സ് ഏറ്റവും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ, നമ്മുടെ തന്നെ റൂമിൽ നടന്ന ചർച്ചയിൽ ഞാനൊരു ചോദ്യം ചെയ്യും, എന്താണ് എനർജി? എനർജി എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് എനർജി എന്ന് പലർക്കും അറിയില്ല. അപ്പോ ഈ ഹോളി സ്പിരിറ്റിന്റെ ശക്തി മറിയിലോട്ട് വന്നാൽ അത് എന്തെങ്കിലും സംഭവിക്കുമോ? Will that makes life possible? In other words, without information, അതായത് ഇൻഫർമേഷൻ ഇല്ലാതെ ശക്തിക്ക് മാത്രം ബുദ്ധി ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ബൈ ഡെഫിനിഷൻ ദൈവം എന്നുള്ളത് നമ്മൾ പറയുന്നത്, ദൈവം ഹി ഹിംസെൽഫ് ഈസ് ദ വിസ്ഡം. അവനാണ് അറിവ്, അവനാണ് അറിവിന്റെ ഉറവിടം. ശക്തിയുടെ ഉറവിടം ദൈവമാണ്, അറിവിന്റെ ഉറവിടവും ദൈവമാണ്. ദൈവാത്മാവിനെ ഈസ്റ്റേൺ ഓർത്തഡോക്സി പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് വാട്ട്? എനർജി, ശക്തിയാണ്. ദൈവം ശക്തിയാണ്. വി കോൾ ഇറ്റ് എനർജിയ. ദൈവം അറിവിന്റെ ഉറവിടമാണ്, ശക്തിയുടെ ഉറവിടമാണ്, എല്ലാത്തിന്റെയും സോഴ്സ് ദൈവമാണ്. ഇൻ അതർ വേർഡ്സ്, വിസ്ഡം എന്നുള്ളത് ദൈവത്തിന്റെ വിസ്ഡമാണ് ഇൻഫർമേഷൻ ഓർ കോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടം കൊണ്ടും തീരുന്നില്ല. നമുക്ക് വി ആർ ഓൾസോ ഇൻട്രൊഡ്യൂസിങ് അനദർ ടേം. അത് വേറൊരു
ടേമാണ്. അത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന വാക്ക് ഇതെങ്ങനെയാണ്? ലോഗോസ്, വചനം, വചനം ജഡമായി. അപ്പൊ പുത്രൻ ലോഗോസ് ആണെന്നാണ് ക്രിസ്തീയ പക്ഷം. വാസ്തവത്തിൽ ഈ ലോഗോസ് ആണ്, ഹീസ് ദ റിയൽ ഗെയിം ചേഞ്ചർ. യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നത്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ദ വേർഡ് വാസ് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോ ഈ ലോഗോസ് എന്നുള്ളതിന്റെ അർത്ഥം വാസ്തവത്തില് റീസൺ പ്ലസ് ഇൻഫർമേഷൻ പ്ലസ് ലോജിക് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? മറിയയുടെ സബ്സ്റ്റൻസ് ദൈവത്തിന്റെ പ്രവർത്തനം അല്ലെ? നമ്മളവിടെ വായിക്കുന്നതാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, സർവശക്തൻ നിന്റെ മേൽ വ്യാപരിക്കും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, അതെന്താണ്? ദൈവപുത്രൻ, ലോഗോസ്. അപ്പോൾ റീസൺ പ്ലസ് ഇൻഫർമേഷനും ലോജിക്കും അവിടെ വരികയാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ക്രിസ്തുവിന്റെ ജനനം ലോജിക്കോ എന്നുള്ളതാണ്. ഈ വചനം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് തോന്നും വേർഡ് എന്നുള്ള അർത്ഥം. വേർഡ് എന്നല്ല അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ ലോഗോസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ ടേം ആണ്. അതിന്റെ അർത്ഥം റീസൺ പ്ലസ് ഇൻഫർമേഷൻ പ്ലസ് ലോജിക് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതെല്ലാം എടുക്കണമെന്നില്ല, റീസൺ മാത്രം എടുത്തേച്ചാൽ മതി. റീസൺ പ്ലസ് ഇൻഫർമേഷൻ. അപ്പോ എന്താണ് പിതാവ്? പിതാവ് ഈസ് ദ വൺ, അല്ലെങ്കിൽ ഫാദർ ഈസ് ദ വൺ ഹൂ വിൽസ്. He is the one who decides. He is the person. Son എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞാൽ he is the code, he is the pattern, he is the designer or design. അതായത് ഇച്ഛിക്കുന്ന വ്യക്തിയാണ് പിതാവെങ്കിൽ ലോഗോസ് ആണ് പുത്രൻ, എനർജിയാണ് ഹോളി സ്പിരിറ്റ്. ഈ 3 സാധനം ഉണ്ടെങ്കിലേ എന്ത് ആക്ഷനും സാധിക്കുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലോഹിതാക്ഷൻ ജി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ലോഹിതാക്ഷൻ ജി ഇച്ഛിക്കണം, അതിനെപ്പറ്റി ആലോചിക്കണം, അത് ചെയ്യാനുള്ള കഴിവ് വേണം. ദാറ്റ്സ് വാട്ട് വി കോൾ ട്രിനിറ്റി. മേരിയുടെ സബ്സ്റ്റൻസ്, അതായത് മേരിയുടെ വൂമ്പിൽ നിന്ന് ഒരു ജീവൻ അല്ലെങ്കിൽ പ്രോജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ജീവൻ പുറത്തോട്ട് വരണമെങ്കിൽ we need the person who wills, we need the design, pattern and code, and we need the power. ഇത് 3ഉം കൂടെ ഒരേ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ബെഞ്ചോ ഡെസ്കോ ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്റ്റൻസ് വേണം, അത് ചെയ്യാനുള്ള വ്യക്തി വേണം, ആ വ്യക്തിക്ക് ഡിസൈനോ അല്ലെങ്കിൽ കോഡോ ഇൻഫർമേഷനോ വേണം, അത് ചെയ്യാനുള്ള കഴിവ് വേണം. വിച്ച് മീൻസ് കോസ് എന്ന് പറയുമ്പോൾ ഗോഡ്, വിൽ, വിസ്ഡം ആൻഡ് പവർ, ഈ 3ഉം സംയോജിക്കുന്ന സ്ഥലമാണ് ക്രിയേഷൻ നടക്കുന്നത്. ലോജിക് ഈസ് എ ടു ബി. ക്രിയേഷൻ നടക്കണമെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ചെയിന് അവിടെ വരും. നമുക്ക് അന്വേഷിക്കാം, എന്താണ് ഫാദർഹുഡ്, അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വാക്കുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്നത്. എന്താണ്, വാട്ട് ഈസ് ഫാദർഹുഡ്? ക്രിസ്തുവിന്റെ പിതാവ്, ഇവിടെ ധാരാളം ആരോപണങ്ങളുണ്ട്. പന്തേരയാണ്, ജോസഫാണ്, പല ആരോപണങ്ങളുണ്ട്. എന്താണ് ഫാദർഹുഡ്? സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ഫാദർഹുഡ്? ക്രിസ്തു പിതാവായ ദൈവത്തെ വിളിക്കുന്നത് അബ അല്ലെങ്കിൽ പിതാവേ എന്ന് തന്നെയാണ്. സോ ക്രിസ്ത്യാനിറ്റി, ഇവിടെ KSG വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വി ആർ ബേസിക്കലി എക്സ്പ്ലെയിനിങ് വാട്ട് ക്രിസ്ത്യൻ തിയോളജി എക്സ്പ്ലെയിൻസ് ഇറ്റ്സെൽഫ്. എന്താണ് ഞങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്? ഞങ്ങൾ ഒരിക്കലും ലൈംഗിക പ്രക്രിയയിലൂടെ മറിയയിൽ നിന്ന് ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുന്നില്ല. പിതാവായ, പലരും പറയുന്നുണ്ട് പിതാവ് തന്നെയാണ് പുത്രൻ. അങ്ങനെയാണെങ്കിൽ പിതാവ്, ഞാൻ കൊളോക്കിയൽ ടൈമിൽ പറയാം, മറിയെ പൂശിയിട്ടാണോ കുട്ടിയുണ്ട്? അല്ല, ഒരിക്കലും അല്ല. സോ വെൻ വി സേ ദ ഫാദർ, വി മീൻസ് ദ സോഴ്സ്. മനസ്സിലായോ? ഞങ്ങള് ഇപ്പൊ നമുക്കറിയാം, നമ്മള് പിതാവ് എന്ന് വിളിക്കാനുള്ള കാരണം, നിങ്ങളുടെ അപ്പനെ നിങ്ങൾ അപ്പ എന്ന് വിളിക്കാനുള്ള കാരണം, ഹീസ് എ സോഴ്സ്. അവൻ എല്ലാത്തിന്റെയും സോഴ്സാണ്. ആ കുടുംബത്തിന്റെ തുടക്കം അവനിൽ നിന്നാണ്. അവൻ പ്രോജനറേറ്റ് ചെയ്യുന്നത് ആ പിതാവിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പക്ഷെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ വി ഡോണ്ട് സേ ഒരു ബയോളജിക്കൽ പ്രോസസ്സിൽ കൂടെ ക്രിസ്തുവിനെ ജനറേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല ക്രിസ്ത്യാനിറ്റി ആണ് വിശദീകരിക്കുന്നത്.
നമ്മൾ കണ്ടു, എനർജി ഉണ്ട്, ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഹോളി സ്പിരിറ്റിന്റെ പവർ ഉണ്ട്. ലോഗോസ് എന്ന് പറയുന്നതാണ് ബ്ലൂ പ്രിന്റ്. ഫാദർ ആണ് വില്ല്, അല്ലെങ്കിൽ വില്ലുള്ള പേഴ്സൺ. ആൻഡ് ഓൾ ത്രീ വി നാച്ചുറലി എക്സ്പെക്ട് എ പ്രോജനറേഷൻ ക്രിയേഷൻ. ഈ ലോകം ഉണ്ടായതും ഇതുപോലെ തന്നെയാണ്. ഈ ലോകം ഉണ്ടായതും വില്ല്, ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ലോഗോസ്, പവർ, ഇത് രണ്ടിനും ദൈവത്തിന് ഓരോ ആക്ഷനേ ഉള്ളൂ. ട്രിനിറ്റിക്ക് there is only one action, there is only one result. That's called progeneration. So God by definition, ദൈവം ശരീരമല്ല. ദൈവം by definition God is the spirit. നമുക്ക് വരാം, ഈ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഇഷ്യൂ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവുണ്ട്. ദൈവത്തിന് ദൈവത്തെ പറ്റിയുള്ള അറിവുണ്ടെങ്കിലാണ് ദൈവം പൂർണ്ണനാവുള്ളൂ. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ KSGക്ക് KSCയെ പറ്റിയും കൂടി അറിവുണ്ടെങ്കിൽ മാത്രമേ KSCയെ ഒംനീഷ്യന്റ് അല്ലെങ്കിൽ സർവജ്ഞാനി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സർവജ്ഞാനം എന്നുള്ളത് KSG അല്ല, പക്ഷെ KSCയുടെ തന്നെ KSCയെ പറ്റിയുള്ള അറിവാണ്. അപ്പൊ KSCക്ക് സർവജ്ഞാനം ഉണ്ട്, KSC ഉണ്ട്. KSCയുടെ ജ്ഞാനം, KSCയുടെ നോളജ് അതിൽ നിന്ന് മാറ്റിയാൽ KSC പോലും KSC അല്ലാണ്ടാവും. ക്രിസ്ത്യാനിറ്റി ദൈവത്തെ വിശദീകരിക്കുന്നത് വളരെ ഒരേ സമയത്ത് എളുപ്പവും വളരെ കോംപ്ലക്സുമായിട്ടാണ്. സോ യുവർ നോളജ് അബൌട്ട് യുവർ സെൽഫ്, ഇഫ് ഇറ്റ്സ് ഗിവൺ എ ഡിഫറെന്റ് എൻറ്റിറ്റി, കാരണം നിങ്ങളെ പറ്റി നിങ്ങൾക്കുള്ള അറിവ് തന്നെ നിങ്ങളല്ല, ഇറ്റ്സ് എ ഗിവൺ ആണ്. അത് നിങ്ങളല്ലാതെ ഇത് മാറ്റാനും പറ്റില്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുള്ളി അലൈൻ തിങ്. എന്താണ് ഫാദർ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സമയം ചിലപ്പോൾ കൂടുതൽ എടുത്താൽ ക്ഷമിക്കുക, കാരണം നിങ്ങൾക്ക് പിന്നീട് അത് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന. അപ്പോ സൺ എന്താണ്? സണ്ണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനമാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ, നമ്മുടെ ഭാഷ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹി ഈസ് ദ ഇൻഫർമേഷൻ, ഹി ഈസ് ദ ലോജിക്, ഹി ഈസ് ദ റീസൺ, വിത്തൗട്ട് വിച്ച് ഗോഡ് കനോട്ട് ബി ഗോഡ്. മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പൊ എനിക്ക് അറിവുണ്ട്, എന്റെ അറിവ് ഞാനാണോ? അല്ല. ഞാൻ എന്റെ അറിവാണോ? അല്ല. പക്ഷെ എന്റെ അറിവും ഞാനും ഒന്ന് തന്നെയാണോ? അതെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പലരും ചിന്തിക്കുന്നുണ്ട് ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റഫറാണ്. അല്ല, ഫാദർ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഐ ആൻഡ് ഫാദർ ആർ വൺ, ഞാനും പിതാവും ഒന്നാകുന്നു. യൂണിറ്റി ഡസന്റ് മീൻ ഇറ്റ് ഈസ് ഐഡന്റിറ്റി. ഈ ജീസസ് നെവർ സേ ഐ ആം ദ ഫാദർ, അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിവില്ല. വി ആർ വൺ, സെയിം എസെൻസ്. അവര് തത്വത്തിൽ ഒന്നാണ് എന്നാണ് ക്രിസ്തുവിന്റെ വാദം. ലോജിക് ഈസ് വൺ ഇൻ പർപ്പസ്, നോട്ട് ഇൻ പേഴ്സൺ. അതുകൊണ്ട് ഫാദർ എന്നുള്ള പദം പോലും മെറ്റഫർ അല്ല, അല്ലെങ്കിൽ ഉപമയാന്റെ മെറ്റഫർ എന്നുള്ളതിന് നമുക്ക് മനസ്സിലായി, ഒരു വേറെ എന്തെങ്കിലും സാദൃശീകരിക്കുന്നതല്ല. ഇപ്പൊ നമുക്കറിയാം മദർ എർത്ത് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഇല്ലോജിക്കലാവും, ഇല്ല. പക്ഷെ അത് നമ്മൾ മെറ്റഫർ ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ക്രിസ്തു ഫാദർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിയൽ റിലേഷൻഷിപ്പ്, നോ ലോജിക്, ഡയറക്റ്റ് ക്ലെയിം ആണ്. എന്നാൽ അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇല്ലോജിക്കലാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഞാനത് എപ്പോൾ വേണമെങ്കിൽ മറുപടി പറയാം. സോ ബേസിക്കലി ഫാദർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞാൽ, ദൈവം പിതാവാണെന്ന് പറഞ്ഞാൽ ഹീസ് എ സോഴ്സ് പേഴ്സൺ. നമ്മൾ ഹിന്ദു ദർശനത്തിൽ പറഞ്ഞാൽ ആദി കാരണൻ എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇഫ് ഗോഡ് ഈസ് ലോജിക്, ദൈവം താൻ തന്നെയാണ് റീസൺ എങ്കിൽ ദൈവത്തിന്റെ ജനനം ഇല്ലോജിക്കലാവുന്ന എങ്ങനെ? ബിക്കോസ് ലോഗോസ് ഈസ് റീസൺ ഇറ്റ് സെൽഫ്. ദൈവം തന്നെയാണ് റീസൺ, ദൈവം തന്നെയാണ് ലോഗോസ്. പ്രോബബ്ലി ഇറ്റ് മേ ബി ബിറ്റ് ബിഗർ ദാൻ our logic. We call it supra logic. That doesn't mean, അത് ഒരിക്കലും ലോജിക്കിന്റെ പുറത്താണെന്നുള്ളതല്ല. ലോജിക്കിന് 3 നിയമങ്ങളുള്ളത് പൊതുവെ. അരിസ്റ്റോട്ടിലിയൻ ലോജിക്കിന് 3 നിയമങ്ങളാണുള്ളത്. ലോ ഓഫ് ഐഡന്റിറ്റി, ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ആൻഡ് ലോ ഓഫ് എക്സ്ക്ലൂസീവ് മിഡിൽ.
അപ്പൊ നമ്മുടെ സമയം വിഷയം വേറെ ആയതുകൊണ്ട് ഞാൻ ഈ 3 ലോജിക്കിൽ ഏതാണ് ക്രിസ്തുവിന്റെ ജനനം ബ്രേക്ക് ചെയ്തതെന്ന് എന്നുള്ളതാണ് ലോഹിതാക്ഷൻജി പറയേണ്ടത്. ക്രിസ്തുവിന്റെ ജനനം ഇറ്റ്സ് എ റെയർ ഇവന്റ്, പ്രോബബ്ലി വൺ ഓഫ് എ കൈൻഡ്, പ്രോബബ്ലി അല്ല, ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. സോ ഇഫ് സംതിങ് ഈസ് നോട്ട് റിപ്പീറ്റബിൾ, ഒരു കാര്യം തുടർച്ചയായിട്ട് സംഭവിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ഇലോജിക്കൽ. ഒരു കാര്യം തുടർച്ചയായിട്ട് ഇപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അല്ലെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അല്ലെങ്കിൽ വായു, വെള്ളം ഇതൊക്കെ ഉണ്ട്, നീരാവിയായി പോകുന്നു, മഴ പെയ്യുന്നു, അത് വല്ലപ്പോഴും സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഇല്ലോജിക്കൽ ആകുന്നില്ല. ഈ ഇല്ലോജിക്കൽ ആകണമെങ്കിൽ ഈ ലോസ് ഓഫ് ലോജിക് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യപ്പെടണം. പക്ഷെ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നോ മെറ്റീരിയൽ നോ ക്രിയേഷൻ, ഇതാണ് ലോഹിതാക്ഷൻജിയുടെ വാദം. ഇപ്പൊ നോ മെറ്റീരിയൽ നോ ക്രിയേഷൻ എന്നുള്ള വാദം നമ്മൾ പൊളിച്ചു. കാരണം മെറ്റീരിയൽ എന്നുള്ളത്, സബ്സ്റ്റൻസ് എന്നുള്ളത് എടുത്തിരിക്കുന്നത് മറിയൽ നിന്ന്. എങ്ങനെയാണ് ക്രിയേഷൻ നടന്നത്? റീസൺ, ദ പേഴ്സൺ ഹു വിൽസ്, അതായത് ഇച്ഛിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, റീസൺ ആൻഡ് എനർജി, ഈ 3 കാര്യങ്ങൾ സംയോജിക്കുന്നുണ്ട്. വെർജിൻ ബർത്ത്, നോ സ്പേം നോ എഗ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഇല്ലോജിക്കൽ ആവുന്നത് എങ്ങനെയാണെന്ന് ലോഹിതാക്ഷൻജി പറയാം. ഞാൻ ആദ്യം ഒരു ടൈം ഉപയോഗിച്ചു, ഹോളി തിയോട്ടോക്കോസ്, വിശുദ്ധ ദൈവമാതാവ് എന്ന് പറഞ്ഞ പദം നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ അതിനെ വിശദീകരിച്ചപ്പോൾ ഫാദർ ഈസ് ദ വൺ ഹു വിൽസ്, ഇച്ഛിക്കുന്നവൻ പിതാവാണ്, ഇൻഫർമേഷൻ ലോഗോസ് ലോജിക്ക് പുത്രനാണ്, എനർജിയ ഹോളി സ്പിരിറ്റ് ആണ്, നാച്ചുറലി പ്രോജനി നടക്കുന്നത് കോസ് ആൻഡ് എഫക്റ്റ് ആണ്. സോ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ ലോജിക്കാണ്. അതായത് ഇച്ഛിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും സബ്സ്റ്റൻസും എനർജിയും കൂടെ ചേർന്നുമ്പോൾ ക്രിയേഷൻ നടന്നേ പറ്റൂ. ക്രിയേഷൻ എന്ന് പറയാമെങ്കിൽ എഫക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. സോ ദർ ഷുഡ് ബി പ്രോജനി, അതാണ് പുത്രൻ, അതാണ് ജീസസ് ബർത്ത്. ഞാൻ ഈ പറഞ്ഞതിന്റെ ഗ്രാവിറ്റി ചിലരെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ് ഞാനത് ഡിഫെൻഡ് ചെയ്യുന്ന വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ജനനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഈസ് എ ഫെയിലിയർ. ദർ ഇസ് നോ സ്കിപ്പിംഗ്, വി കനോട്ട് എസ്കേപ്പ് ഇറ്റ്. ഇത് ഒരു കാര്യം പറയാം, ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല, ദിസ് ഈസ് ഓൾ, ഇതെല്ലാം ചർച്ച് ഫാദേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചല്ല. സോ ഡോണ്ട് സേ ദാറ്റ് ഇത് ഞാൻ കണ്ടുപിടിച്ചാണെന്നോ ക്രിസ്ത്യാനിറ്റി വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നോ നോ നോ, നത്തിങ്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചല്ല. നമ്മുടെ ലോജിക്ക്, ഹ്യൂമൻ ലോജിക്ക് ഈസ് ബേസിക്കലി നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റംസ് ആൻഡ് സർട്ടൺ റൂൾസ് ആണ്. സോ യു മൈറ്റ് ആർഗ്യൂ അതാണ് നിങ്ങളുടെ ഡിവൈൻ ലോജിക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 3 തിങ്സ്: വിൽ, വിസ്ഡം ആൻഡ് പവർ. ഈ 3ഉം ക്രിസ്തുവിന്റെ ജനനത്തിൽ വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ബേസിക്കലി ഹ്യൂമൻ ലോജിക് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലോജിക്കിന്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്. ബേസിക്കലി വാട്ട് ഐ എം സേയിങ് ഈസ് ലോഗോസിന്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് ഡിവൈൻ ലോജിക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോജിക് എടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ കന്യക മറിയമെന്നുള്ള ജനനത്തിൽ മറിയം ഹ്യൂമൻ സബ്സ്റ്റൻസ്, ഷീ ഈസ് ദ വൺ ഹൂ പ്രൊവൈഡ്സ് എ ഹ്യൂമൻ സബ്സ്റ്റൻസ്. പരിശുദ്ധാത്മാവ് ദിവ്യ ഊർജം നൽകും. പുത്രൻ ലോഗോസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റീസൺ ആൻഡ് ലോജിക്ക്. ഇത് ഐഡന്റിറ്റിയാണ്. ലോ ഓഫ് ഐഡന്റിറ്റിയില് യേശു ക്രിസ്തു ദിവ്യനായ മനുഷ്യനാണ്. അത് ലോസ് ഓഫ് ലോജിക്കിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇനി ലോസ് ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. പിതൃത്വം, ദൈവത്തിന്റെ പിതൃത്വം മനുഷ്യ പിതൃത്വമായിട്ട് തുല്യമല്ല. അത് ഒരു ബയോളജിക്കൽ പ്രക്രിയ അല്ല. അതുകൊണ്ട് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ക്രിസ്തുവിന്റെ ജനനം ലംഘിക്കുന്നില്ല. ഈ ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ, 3ാമത്തെ അരിസ്റ്റോട്ടീലിയൻ ലോസ് ഓഫ് ലോജിക്കാണ്. ജനനം അത്ഭുതകരമോ അല്ലാത്തതോ ആകാം. ക്രിസ്തുവിന്റെ ജനനം വിശാലമായ ഈ ലോജിക്കിന്റെ സബ്സെറ്റ് മാത്രമാണ്, അതല്ലാതെ ഒരു ലോസ് ഓഫ് ലോജിക് അത് ലംഘിക്കുന്നില്ല. ഇപ്പോ വെർജിൻ ബർത്ത് എന്ന് പറയുന്നത് അതിൽ തന്നെ അപ്രായോഗികമല്ല എന്ന് 2026 നമുക്ക്, ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ, ഇന്ന് ഹ്യൂമൻ ക്രിയേഷന് വേണ്ടി എഗ് ആൻഡ് സ്പെം വേണ്ട എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് 2026. അതെങ്ങനെയാണ് ഇല്ലോജിക്കലാണെന്ന് ലോഹിതാക്ഷൻജിയുടെ
എതിർവാദങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു ഇച്ചിരി 25 മിനിറ്റായി, ക്ഷമിക്കുക. ഞാൻ അല്പസമയം കൂടുതലെടുത്തു. നിങ്ങൾക്ക് അത് മറുപടി പറയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ലോഹിതാക്ഷൻ ജിക്ക് എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. തിരിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. നമസ്തേ. താങ്കളുടെ അവതരണം കേട്ടു, ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതി ആയതുകൊണ്ട് നമുക്ക് ശാസ്ത്രം കടന്നു വന്നു, അത് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശാസ്ത്രത്തിന്റെ രീതിയിലൂടെ പോവാം. അതിന് മുന്നേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ യേശു ക്രിസ്തുവിന്റെ കഥയും കഥാപാത്രവുമായിട്ട് നമ്മുടെ ഈജിപ്തില് ഒരു കഥയുണ്ട്. അതായത് ഈജിപ്ത് പുരാണത്തിലെ ഫാൽക്കൻ അഥവാ കഴുകൻ എന്ന പക്ഷിയുടെ തലയുള്ള ഒരു ദേവനാണ് ഹോറോസ്. അതായത് ഒസിരീസിന്റെയും ഐസിസിന്റെയും മകനായിട്ടാണ് അവിടെ ആ കഥാപാത്രത്തെ പറയുന്നത്. ഈ ദേവൻ ഈജിപ്തുകാരുടെ പുരാണത്തിലെ ദൈവപുത്രനും ദുഷ്ടനിഗ്രഹനും രക്ഷകനും മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റവനുമാണ്. ഇവിടെ യേശുവിന്റെ കഥയും ഹോറോസിന്റെ കഥയും വലിയ വ്യത്യാസമില്ല എന്നാണ് മനസ്സിലാകുന്നത്. യേശുവിനുള്ള ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് ദിവ്യഗർഭം എന്നൊരു വ്യത്യാസമേ ഈ രണ്ട് കഥകളുമായിട്ട് നമുക്ക് ഒരു വ്യത്യാസം തോന്നുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന ഹോറോസിന്റെ കഥ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ എടുത്ത് ഇവിടെ അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എബ്രഹാമിന്റെ കഥ എങ്ങനെയാണോ മിത്തായിട്ടുള്ളത്, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെയും കഥ ഒരു മിത്തായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ യുക്തിപരമായിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം യേശുവിനേക്കാൾ 1000 വർഷം മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോറോസിന്റെ കഥ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതായാലും യേശുവിന്റെ കഥയല്ല ഹോറോസിന്റേത്, ഹോറോസിന്റെ കഥയാണ് യേശുവിൻ്റെത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആദ്യത്തെ ചോദ്യം. ഇതിന് താങ്കൾ ഉത്തരം പറഞ്ഞതിന് ശേഷം നമുക്ക് സയൻസിലേക്കൊക്കെ കടക്കാം. ഞാനത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നു. കാരണം ഇവിടെ താഴെ പലരും പറഞ്ഞു പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. ഞാനത് കുറച്ചുകൂടെ ലളിതവൽക്കരിക്കാം. ഇപ്പം രാമായണത്തില് നമുക്കറിയാവുന്ന പോലെ ഇതുണ്ട്, പുഷ്പക വിമാനമുണ്ട്. ഇസ്ലാമിന്റെ തിയോളജിയില് ബുറാഖുണ്ട്. അപ്പൊ ഈ ബുറാഖും പുഷ്പക വിമാനവും ഉണ്ട്, അത് രണ്ടിനും പറക്കാൻ സാധിക്കും. അതുകൊണ്ട് എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത് ലോജിക്കൽ അല്ല എന്ന് പറയുന്ന വാദമാണ് ലോഹിതാക്ഷൻ ചെയ്തത്. മനസ്സിലായോ? പുഷ്പക വിമാനവും, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇതിന്റെ മറുപടി, വാസ്തവത്തിൽ ഇതല്ല ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ, സാധാരണക്കാർക്ക് വേണ്ടി പറയുന്ന മറുപടിയാണ്. ഞാനത് വിശദീകരിക്കാം. പുഷ്പക വിമാനത്തിന്റെ കൺസെപ്റ്റും പറക്കുന്നുണ്ട്, പിന്നെ ബുറാക്കും പറക്കുന്നുണ്ട്. അതുകൊണ്ട് ആധുനിക എയ്റോപ്ലെയിൻ റൈറ്റ് സഹോദരന്മാര് കണ്ടുപിടിച്ചതും ബോയിങ്ങും ഒന്നും വർക്കല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ദേവന്മാർ, ഈജിപ്ഷ്യൻ ദേവൻ ഒരു ചരിത്ര പുരുഷനാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല, ഒരു മിത്താണെന്ന്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് ലോകത്തിലെ എല്ലാ സർവകലാശാലകളും ഒരുപോലെ പറയുന്ന കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം റോമൻ ചക്രവർത്തിക്ക് എത്രത്തോളം ചരിത്ര സാധ്യതയുണ്ടോ അത്രയും ചരിത്ര സാധ്യത, അതിലും കൂടുതൽ ചരിത്ര സാധ്യതയുള്ള ഒരു ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഇതേ കാര്യം ഇന്ന് നിങ്ങളുടെ ഡേറ്റ് നോക്കുക, 2026 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ജനനത്തിനോടൊത്തുള്ള കലണ്ടറാണ്. നിങ്ങളത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ ദേവനെ പറ്റി നമ്മൾ എന്താണോ അത്, ആ ദേവന്റെ ആൾക്കാർ പോലെ അതിനെ മിത്തായിട്ടാണ് പറയുന്നത്. ക്രിസ്തു ഒരു മിത്താണെന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതനെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇപ്പോൾ ഇന്ന് ആധുനിക ചരിത്രകാരന്മാരിൽ ആരാണ് ജീസസ് മിത്തിസം പറയുന്ന ഒരാളെ ലോഹിതാക്ഷൻ ജി പറയണം. അതിനുശേഷം മാത്രമേ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ട ഒരു ആവശ്യം. അല്ലെങ്കിൽ പുഷ്പ വിമാനത്തിന്റെ കഥ മിത്തായതുകൊണ്ട് ബോയിങ് 707 എന്ന് പറഞ്ഞ സാധനം തെറ്റാണ് എന്ന് പറയുന്ന അത്രത്തോളം ഞാൻ വാക്കുകളെ കുറച്ചുകൂടെ ഈ ചർച്ചയുടെ ഈ ഒരു
ഇത് വെച്ചിട്ട് ഞാൻ ഇതാണ് അതത്ര ശരിയല്ല എന്ന് മാത്രം ഞാൻ തൽക്കാലം പറയാം. അല്ല, ഏതൊരു വ്യക്തി ജനിക്കുമ്പോഴും അത് മനുഷ്യരായിക്കോട്ടെ മൃഗമായിക്കോട്ടെ ജനിക്കുമ്പോ പ്രത്യേകിച്ച് ഇത്രയും പ്രശസ്തനാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ വ്യക്തിത്വം ജനിച്ചത് എന്നാണെന്നുള്ളതിന് ഒരു തരത്തിലുള്ള തെളിവും ഒരു ചരിത്രകാരന്മാരും പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ഊഹാപോഹങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ യേശുക്രിസ്തു ജനിക്കുന്ന കാലഘട്ടത്തില് അന്ന് ഏറെക്കുറെ കാലഗണന, സമ്പൂർണ്ണ കാലഗണന ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ അത്രയും സമ്പൂർണമായ ഒരു കാലഗണന ഉണ്ടെന്നിരിക്കെ ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ജന്മം കൊള്ളുമ്പോൾ ആ ദിവസം, ആ സമയം, അതുപോലെ ആഴ്ച, മാസം, വർഷം ഇതെന്തുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചില്ല? അഗസ്റ്റസിന്റെയും അതുപോലെ തന്നെ ഹെരോദ രാജാവിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കഥാപാത്രം ജനിച്ചുവെന്നും ജീവിച്ചുവെന്നും പറയുന്നത്. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ട് അതിനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായില്ല? ഡിസംബർ 25 എന്ന് പറയുന്നുണ്ട്. ഏത് ഡിസംബർ 25? എല്ലാ വർഷവും ഡിസംബർ 25 ഉണ്ട്. അപ്പൊ എന്താണ് അതിന്റെ യുക്തി? ശാസ്ത്രം പോട്ടെ, ശാസ്ത്രവുമായിട്ട് അതിലേക്ക് ചിന്തിക്കാനേ കഴിയില്ല. യുക്തി കൊണ്ട് പോലും നമുക്കത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിനൊരു ഉത്തരം പറയും. ഇത് വളരെ രസകരമായ ഒരു ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹം ലോഹിതാക്ഷൻജി വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഇല്ലോജിസിറ്റി പറയാനാണ്. ഒരാളുടെ ജനനത്തിന്റെ എക്സാക്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല എന്നുള്ളതുകൊണ്ട് അയാളുടെ ജനനം ഇല്ലോജിക്കൽ ആകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ലോഹിതാക്ഷൻജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയില്ല. ഓക്കെ, ലോഹിതാക്ഷൻജിയുടെ പേരൻസ് ആർക്കും ഓർമ്മയില്ല എന്നുള്ളതുകൊണ്ട് ലോഹിതാക്ഷൻജി ഇല്ലാണ്ടാവോ? താങ്കളുടെ ജനനം ഇല്ലോജിക്കലാവോ? എനിക്ക് ധാരാളം താഴെ ആൾക്കാർ ഇങ്ങനെ പറയൂ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ അല്ല എന്നുള്ളതുകൊണ്ട് അയാളുടെ ജനനം ഇല്ലാതാകുന്ന എങ്ങനെയാ? ഇപ്പൊ ഞാൻ പറയാം, ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആൾക്കെങ്കിലും അറിയാവോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അയാള് ഇല്ലോജിക്കൽ ആണെന്നുള്ള ക്ലെയിം എത്രത്തോളം പരിഹാസ്യമാണ്. ഇനി ഈ ഡിസംബർ 25 എന്നുള്ളത് ഒരു സെലിബ്രേഷന്റെ ഡേറ്റ് ആണ്. ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തില് മാതാവിന് അതായത് പിന്നെ അരുളപ്പാട് കിട്ടിയതിന് ശേഷം 9 മാസം കഴിഞ്ഞുള്ള ഡേറ്റിലോട്ടാണ് അത് വന്നു നിൽക്കുന്നത്. അതൊരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് അത് ആ ഡേറ്റ് എടുത്തിരിക്കുന്നത്. അതല്ലാതെ അതൊരു എക്സാക്ട് ഡിസംബർ 25-നാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു സെലിബ്രേഷന്റെ ഭാഗമാണ്. എല്ലാ ഡേറ്റുകളും അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ എന്നുള്ളതല്ല ചർച്ച. യേശു ക്രിസ്തുവിന്റെ ജനനം ലോജിക്കോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ജൂലിയസ് സീസറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാവാൻ പാടില്ലേ? ബുദ്ധന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എവിടെയാണ്? ഇനി ഈ പിന്നെ എന്താണ് ഗാന്ധിയുടെ അപ്പൻ ഒറിജിനൽ ആണല്ലോ, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയണമെന്നുണ്ടോ? അപ്പൊ അത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ആ പേഴ്സണേ ഇല്ലോജിക്കൽ ആണെന്ന് പറയുന്നത് എത്രത്തോളം പരിഹാസ്യമാണെന്ന് ലോഹി സാർ ആലോചിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഇതിന് വേറെ ഉത്തരവുണ്ട്. ഞാനിപ്പോ ഈ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ഉത്തരം പറയുന്നത്. ഇത് അതിന് എന്തെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ പറയാം. അല്ല, അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം ഇതൊരു സാധാരണ കഥാപാത്രമല്ല. ആളും അർത്ഥമില്ലാത്ത, ഊരും പേരില്ലാത്ത ഒരു കഥാപാത്രമല്ല അത്. വളരെ പ്രസിദ്ധനാണ്. പ്രത്യേകിച്ച് മത്തായി പരിശുദ്ധാത്മാവിന്റെ ദിവ്യഗർഭത്തിന്റെ അറിവ് പോലും അവിടെ നൽകുന്നുണ്ട്. അപ്പൊ മത്തായിക്ക് പോലും അറിയുന്ന മറിയത്തിന്റെ ചരിത്രം, അതുപോലെ തന്നെ മറിയത്തിന് ഉണ്ടായ പുത്രന് യാതൊരു തരത്തിലുള്ള ജന്മരഹസ്യങ്ങളും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സാമാന്യ സമൂഹത്തിന്, സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നൊരു വാദമല്ല അത്. സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ ആരെങ്കിലും ജനിച്ചു എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം, ജനിച്ചില്ല എന്നുള്ളതും ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ ചരിത്ര രേഖകൾ ഇല്ലെന്ന് പറഞ്ഞാൽ അത് മിത്ത് എന്നതിനപ്പുറത്ത് നമുക്കതിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ സാധൂകരിച്ചെടുക്കാൻ കഴിയുക? അതുകൊണ്ട് അതിന് ഉത്തരം താങ്കൾ പറയണം. ഡേറ്റ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മറ്റേ ഈജിപ്തിലെ ഹോറോസിന്റെ കഥ, അതേ കഥ ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ഇത് ഉണ്ട്, ഇങ്ങനെ യേശുക്രിസ്തു ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കും? അതിന്റെ എന്ത് രേഖയാണ് താങ്കൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഒന്നും തന്നെ ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ല. യുക്തി പോലും അവിടെ ഭദ്രമായിട്ടില്ല.
ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞാണ്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അതെങ്ങനെയാണ് ഇല്ലോജിക്കൽ ആവുന്നതെന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പൊ അലക്സാണ്ടറിന്റെ 4 ജനറൽമാരുണ്ട്. അവര് ജീവിച്ചിരുന്നതാണ്. ഈ അലക്സാണ്ടറിന്റെ 4 ജനറൽമാരുടെ എക്സാക്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അറിവില്ല എന്ന് വന്നാൽ ആ പുരുഷന്മാർ ഇല്ലാണ്ടാവോ? ഇല്ല. ലോഹിതാക്ഷൻജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ഇല്ലാണ്ട് വന്നാൽ, ഇപ്പൊ നരേന്ദ്രമോദിജിയുടെ പിന്നെ എന്താണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണാനില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദി ഡിഗ്രി എടുത്തില്ല എന്നാവൂ? ഡിഗ്രി എടുത്തിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റ് കാണാനില്ല, ഡേറ്റ കിട്ടാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇല്ലോജിക്കലാവുന്ന എങ്ങനെയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ആള് വടി പോലെ നിൽക്കുകയാണ്. ആള് വടി പോലെ നിൽക്കുമ്പോ നമ്മൾ വന്നിട്ട് പറയണം ചരിത്രത്തിൽ നിൽക്കുവാണ്. ചരിത്രത്തിൽ എല്ലാ ചരിത്രകാരന്മാരും ക്രിസ്തുവിന് ജനനം അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയണം അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് കിട്ടിയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഇല്ലോജിസിറ്റി ആവുന്നതന്നെ, അല്ലെങ്കിൽ ലോജിക്, ഏത് ലോസ് ഓഫ് ലോജിക്കിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? അതൊന്ന് പറയാവോ? ഏത് ലോസ് ഓഫ് ലോജിക്കിനെയാണ് ക്രിസ്തുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ല എന്നുകൊണ്ട് ബ്രേക്ക് ആവുന്നതെന്ന് ലോഹിതാക്ഷൻജി പറയാവോ? അല്ല, ഈ നേരം വരെ നമ്മൾ അതന്നെയല്ലേ ചോദിക്കണേ, ഈ വ്യക്തി, ഈ കഥാപാത്രം ഉണ്ട് എന്നുള്ളതിന് എന്ത് അടിസ്ഥാന പ്രമാണമാണ് താങ്കളുടെ അവതരണത്തിലൂടെ വെച്ചിട്ടുള്ളത്, ചോദ്യത്തിന് ശേഷം വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഒന്നിലെ ഒരു വ്യക്തി ജനിച്ച, അതും പ്രസിദ്ധനായ വ്യക്തി, അദ്ദേഹത്തെ അലക്സാണ്ടറുമായിട്ടൊന്നും കൂട്ടിക്കൊള്ളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. അവരൊന്നും ഇതുപോലുള്ള വിവാദങ്ങളോ അവകാശവാദങ്ങളോ ഒന്നും ഉന്നയിക്കാത്തവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. മറിച്ച് ഇവിടെ ഒരു ദൈവപുത്രൻ എന്ന രീതിയിലാണ് ലോകം മുഴുവൻ പ്രചരണം നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ആധികാരികത തേടുക എന്നുള്ളത് ഏതൊരു വ്യക്തികളുടെയും മൗലിക അവകാശത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ എന്തെങ്കിലും പ്രമാണങ്ങൾ ഹാജരാക്കാതെ നമ്മൾ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ഒന്ന്, എന്ന് ജനിച്ചു, പിന്നെ ഇതേപോലൊരു കഥാപാത്രം ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്നു, അപ്പൊ ആ കഥാപാത്രം ഇങ്ങോട്ട് മാറ്റി എഴുതി പെട്ടതായാൽ പോരെ? അങ്ങനെയും സാധിക്കാലോ. ഒരേ കഥ തന്നെ പല സിനിമകളായിട്ടൊക്കെ എത്രയോ കഥകൾ വരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് അത്തരത്തിലുള്ള കഥകൾ എടുത്തിട്ട് മറ്റൊരു തരത്തിൽ എഴുതിയുണ്ടാക്കിയാൽ അതിനെന്ത് പ്രമാണമാണ്, ആധികാരികതയാണ് നമുക്കുണ്ടാകുക? എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു, ഇതൊന്നും. അത് മാത്രല്ല, അച്ഛനില്ലാതെയാണ് ജനനം. അച്ഛനില്ലാതെ, പുരുഷ ഗുണമില്ലാതെ എങ്ങനെയാണ് ഒരു സ്ത്രീയില് ഗർഭം ഉണ്ടാവുക? ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനൊന്നും താങ്കൾ ഒരു പ്രമാണം പറഞ്ഞിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ജനങ്ങൾക്ക്. ഇനിയിപ്പോ അച്ഛനില്ലാതെ ജനിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിന് ഓൾറെഡി എന്റെ വിഷയാവതരണത്തിൽ മറുപടി പറഞ്ഞതാണ്. അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞ പോലെ എന്തെങ്കിലും മയങ്ങിപ്പോയിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അതെ, ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഒരു സ്ത്രീയോ പുരുഷനോ അവരുടെ പുംബീജവും സ്ത്രീബീജവും അല്ലെങ്കിൽ സ്പേം ആൻഡ് എഗ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ കുട്ടി ഉണ്ടാവുമോ എന്നുള്ളത് ഇന്ന് ശാസ്ത്രത്തിനോട് ചോദിച്ചാൽ പോലും അവർ പറയും കുട്ടി ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളത്. അതിന്റെ ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇച്ഛിക്കാനുള്ള ആളും പ്രവർത്തിക്കാനുള്ള ആളും എനർജിയും വില്ലും ഉണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആക്ഷൻ നടന്നേ പറ്റൂ. അങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്ന് ഞാൻ എന്റെ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടി, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ IVG എന്ന് പറയുന്ന പ്രോസസ്സ്, IVG എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കേവലം ഒരു സ്കിന്നിൽ നിന്ന് നമുക്ക് കുട്ടി ഉണ്ടാക്കാം. ക്ലോണിങ്, അത് കേട്ടിട്ടുണ്ടാവും സാധാരണക്കാരന്റെ ഭാഷയിൽ. ക്ലോണിങ്ങിൽ ഒരു സ്കിന്ന് മതി. അപ്പൊ അവിടെ എന്താണ് നടന്നത്? അവിടെ ഒരു എഗ്ഗും ഫെർട്ടിലൈസേഷനും അല്ല നടക്കുന്നത്. അവിടെ നടക്കുന്ന പ്രക്രിയ പ്യുവർ പിന്നെ DNA ഇതാണ്. ഞാൻ അവിടെ IVF എന്ന് പറഞ്ഞ പ്രക്രിയ 3 ആളുകളുടെ, അതായത് മൈറ്റോകോൺട്രിയൽ പിന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോസസ്സിനെ പറ്റി ഞാൻ ഇവിടെ കുറച്ചു മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് അതെടുക്കാവുന്നതാണ്. അതായത് 3 parent IVF എന്ന് പറയും, മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെന്റ്. അപ്പൊ ഇത് യുക്തിപരമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന് മറുപടി ഇല്ല. കാരണം നിങ്ങൾ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യം നടന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ലോജിക്കലി ഇമ്പോസിബിൾ ആകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു 3 ലോസ് ഓഫ് ലോജിക് ആണുള്ളത്. അതിന്റെ അകത്ത് ഏത് ലോസ് ഓഫ് ലോജിക്കാണ് ക്രിസ്തുവിന്റെ ജനനം ബ്രേക്ക് ചെയ്യുന്നതെന്ന് ലോഹിതാക്ഷൻ പറയണം. ഞാൻ വളരെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പുരുഷനും സ്ത്രീയും സംയോജിക്കാതെ
ഈ 2026 മനുഷ്യന് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് വി പ്രീച്ച് എ ഗോഡ് ഹൂ ഈസ് ഒംനിപൊട്ടന്റ്, സർവശക്തനായ ദൈവത്തിന് ഇതുപോലെ മനുഷ്യന് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഒരു സ്ത്രീയിൽ നിന്ന് മാത്രം ഒരു പുരുഷന് ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അതിന് എനിക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം മനുഷ്യന് പറ്റുമെന്ന്. മനസ്സിലായോ? ഇന്ന് 2026 മനുഷ്യന് പറ്റും. താങ്കൾ പറയാണ് സ്ത്രീയും പുരുഷനും കൂടാതെ കുട്ടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ശാസ്ത്രത്തെ പറ്റി വലിയ പിടുത്തം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് ഒരുപക്ഷെ അത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് പറയില്ല, കാരണം അതിന് ഒത്തിരി ഈ എന്താണ് എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് സ്ത്രീയും പുരുഷനും സംയോജിക്കാതെ, അതായത് ഒരു ബയോളജിക്കൽ ഫാദർ ഇല്ലാതെ തന്നെ കുട്ടികളെ ഇന്ന് ശാസ്ത്രത്തിന് വരെ ഉണ്ടാക്കാം, മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഇല്ലോജിക്കൽ ആകുന്നില്ല. ഓക്കെ, നമുക്ക് ശാസ്ത്രത്തിലേക്ക് വരാം. ഏതായാലും സ്ത്രീ പുരുഷന്മാരുടെ തീരുമാനമില്ലാതെ ഒരിക്കലും കോശങ്ങൾ, അതിപ്പോ പുരുഷന്റെ സ്പേം ബീജകോശത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, സ്ത്രീയുടെ ഏകകോശമായ അണ്ടത്തിന് തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഈ രണ്ടിനെയും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. മറിച്ച് അത് മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവശരീരത്തിലോ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ രണ്ട് വ്യക്തിത്വങ്ങള് അവിടെ തീരുമാനമെടുക്കണം, ഏത് ഇണചേരണം എന്നുള്ളത്. ആ ഇണചേരുന്ന സമയത്താണ് ഇത് ഈ അണ്ടത്തിലേക്കുള്ള ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ അണ്ടത്തെ തുളച്ച് ബീജം അതിലേക്ക് കയറുക. അതല്ലാതെ ഒരു അണ്ടവും ബീജവും തൊട്ടടുത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവ ജഡവസ്തുക്കളായതുകൊണ്ട് അവ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ തീരുമാനം എടുക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടണ്ടത്തെയും കൂട്ടിച്ചേർക്കണമെങ്കിൽ രണ്ട് വ്യക്തികളുടെ തീരുമാനം അനിവാര്യമാണ്. ഇവിടെ ലാബിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സയന്റിസ്റ്റുകൾ ഈ രണ്ടെണ്ണത്തിനെയും സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്ത്രീയുടെ അണ്ടം എടുത്തുകൊണ്ട് അതിലേക്ക് പുരുഷന്റെ ബീജത്തെ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ഭ്രൂണത്തിന്റെ അവസ്ഥയിൽ വരെ വളർത്തിയെടുക്കാവുന്ന സംവിധാനം ഇപ്പൊ ഉണ്ട്. പക്ഷെ ഒരിക്കലും ആ നിലയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയില്ല. അത് പിന്നീട് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കണം. അപ്പൊ മാത്രമാണ് അത് പൂർണ്ണമായി വളർന്ന് ഒരു കുഞ്ഞാവുക. അതല്ലാതെ ഇന്ന് സ്ത്രീയും പുരുഷനും ഇല്ലാതെ ഈ പറയുന്ന കോശങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കുട്ടിയെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലില്ല. 10 വർഷം കഴിഞ്ഞാലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. അവിടെയും തീരുമാനം എടുക്കാൻ സയന്റിസ്റ്റുകളുടെയെങ്കിലും ആവശ്യമുണ്ട്. അവരൊക്കെ മനുഷ്യരാണ്, അവരൊന്നും ദൈവങ്ങളല്ല. മനുഷ്യൻ ചെയ്യുന്ന പ്രക്രിയകളാണ് ഇതൊക്കെ. അതുകൊണ്ട് പുരുഷനും സ്ത്രീയും ഇല്ലാതെ കുഞ്ഞു ജനിക്കും എന്നുള്ളത് അത് ഏത് ജീവിവർഗത്തിലായിക്കോട്ടെ സാധ്യമല്ല. ബാക്ടീരിയ കോശങ്ങളിലും ഒക്കെ അവ ബൈനറി ഫിക്ഷൻ വഴി വിഘടിച്ച് അത് തന്നെയായിട്ട് ഉണ്ടാകുന്നുണ്ട്. മറിച്ച് രണ്ട് ജീവജാലങ്ങൾ, അത് രണ്ട് കോശങ്ങളും, പുരുഷകോശം അതുപോലെ ബീജകോശം, കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമാണ്. ഒന്ന് പുരുഷ ബീജത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരുഷ ബീജത്തിന് മൈറ്റോകോൺട്രിയ ഇല്ല. ഈ മാതാവിൽ നിന്ന്, സ്ത്രീയിൽ നിന്നാണ് മൈറ്റോകോൺട്രിയ പുരുഷനിലേക്ക് കിട്ടുന്നത്. എന്നാൽ പുരുഷന്റെ ബീജം വാലുമായി സഞ്ചരിക്കുമ്പോൾ ആ വാലിന്റെയും കോശത്തിന്റെയും എഡ്ജിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. അതെന്തിനാണ്? ഊർജം ഫാക്ടറിയാണ് അത്. ഈ കോശത്തെ തള്ളി നീക്കാൻ വേണ്ടിയാണ് ആ വാലിട്ട് ചലിപ്പിക്കുന്നത്. നമ്മുടെ മിസൈലൊക്കെ പോകുമ്പോൾ അതിന്റെ താഴെ അഗ്നി വർഷിക്കുന്നത് പോലെ ഒരു എനർജി സപ്പോർട്ടാണത്. അണ്ടം തുളച്ചകത്ത് കടക്കുന്ന നിമിഷം തന്നെ ആ വാല് മുറിഞ്ഞ് മൈറ്റോകോൺട്രിയ അടക്കം വേർപെട്ടു പോകും. അപ്പോ പറഞ്ഞു വന്നത്, ഈ സ്ത്രീയുടെയും പുരുഷന്റെയും സഹായമില്ലാതെ ഈ രണ്ടു പേരുടെയും അണ്ടവും കോശവും സംയോജിപ്പിക്കാതെ കുഞ്ഞുണ്ടാവില്ല. അത് തെറ്റാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് ഈ ശാസ്ത്രത്തിൽ പിടിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം തന്നെ ഉന്നയിക്കുന്നത്. താഴെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അടിക്കാം. ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൽ, അതായത് സ്ത്രീയും പുരുഷനും ഇല്ലാതെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അവരുടെ കോശങ്ങൾ എടുക്കണം. എന്നിട്ട് സയന്റിസ്റ്റുകൾ വളരെ സങ്കീർണമായ പ്രക്രിയയിലൂടെ ലാബില് ഭ്രൂണം വരെ വളർത്തിയെടുക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണം. അപ്പോൾ മാത്രമാണ് കുഞ്ഞുണ്ടാകുന്നത്. ഈ നമ്മള് ഈ നിഴലിനോട് മൽപ്പിടുത്തം നടത്തിയിട്ട് കാര്യമില്ല, നടത്തേണ്ടത് വ്യക്തികളോടാണ്. ഞാൻ പറഞ്ഞത് പ്യുവർ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് വെറും സ്കിന്നിൽ നിന്ന് വരും മനുഷ്യജീവനെ അല്ലെങ്കിൽ പ്രോക്രിയേഷൻ നടത്താൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
അപ്പൊ ഞാൻ അതിന്റെ പേര് പറഞ്ഞു, ആ സയൻസിന്റെ ശാഖയുടെ പേര് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പറയാണ് നടത്താൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടോ, ആടിന്റെ സെല്ലിൽ നിന്ന് ആട്ടിൻകുട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് മനസ്സിലായില്ലേ? അപ്പൊ ഇതേ കാര്യം മനുഷ്യനിൽ നിന്ന് നടക്കും എന്ന് ശാസ്ത്രം പറയാണ്. നമ്മുടെ നാട്ടിൽ 10 വർഷത്തിൽ 5 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ക്ലിനിക്കുകൾ വരാൻ പോവാണ്. ഞാനത് പറഞ്ഞു. ഈ പിന്നെ സെയിം സെക്സ് പേരൻസ് ഇതിനു വേണ്ടി വളരെ ശക്തമായിട്ട് വാദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ഇത് കൊണ്ടുവരുന്നില്ല? ടെക്നോളജി ഉണ്ടല്ലോ, എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കള്ളം ശരിയാകില്ല സാർ. മനസ്സിലായല്ലോ? ഇത് ഹ്യൂമന്റെ കാര്യമാണ്. അതായത് വെറും മനുഷ്യന് ഇന്ന് പ്രോ ജനറേഷൻ നടത്താൻ ഇന്ന് ഈ പറഞ്ഞ എഗ്ഗും സ്പേമും വേണ്ട എന്നിരിക്കെ, മനസ്സിലായില്ലേ, എന്നിരിക്കെ ദൈവത്തിന് കഴിയില്ല എന്ന് പറയുന്നതിന്റെ ഇല്ലോജിസിറ്റിയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നാച്ചുറൽ ലോസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. കാരണം ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് കുട്ടി ജനിക്കുന്നത് എങ്ങനെയാന്നുള്ള കാര്യം, അത് നാച്ചുറൽ ലോസ് ആൻഡ് ലോജിക് ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ അറിയാം, ലോജിക് എന്ന് പറഞ്ഞാൽ പിന്നെ മഴ പെയ്യുന്നതിന് ഒരു ലോജിക് ഉണ്ട് അല്ലെ? സോറി, നാച്ചുറൽ ലോ ഉണ്ട്. എങ്ങനെയാണ്? പിന്നെ ആകാശത്തിട്ട് നീരാവിയായിട്ട് പോകുന്നു, അത് തണുത്ത് അത് ട്രാവൽ ചെയ്യുന്നു, മേഘമായിട്ട് സഞ്ചരിച്ച് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ വേണ്ടുന്ന ഇത് വരുമ്പോ മഴ പെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പിന്നെ വൈൻ ഉണ്ടാകുന്നത്? നമ്മൾ മുന്തിരി നട്ട് മുന്തിരി പറിച്ച് അത് ഫെർമെന്റ് ചെയ്ത് നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് വൈൻ ഉണ്ടാവും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. എന്നാൽ ഈ നാച്ചുറൽ പ്രോസസ്സിന് പകരമായിട്ട് വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ലോസ് ഓഫ് ലോജിക് ബ്രേക്ക് ചെയ്യുന്നില്ല, നാച്ചുറൽ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ കാര്യത്തിൽ ഇതുപോലും അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ദ പേഴ്സൺ ഹൂ, ഇവിടെ 3 കാര്യമാണ് പറഞ്ഞത്. ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പവർ ഓഫ് ദ മോസ്റ്റ് ഐ വിൽ ഓവർ ഷാഡോ യു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അതായത് ദ പേഴ്സൺ ഹു വിൽസ്, ഒരാള് ഇച്ഛിക്കുന്നു, ഒരാള് എനർജി കൊടുക്കുന്നു, വേറൊരാള് എന്ത് ചെയ്യുന്നു, ഹീസ് ദ ഇൻഫർമേഷൻ. അപ്പൊ എനർജി വരുന്നത് എങ്ങനെയാണ്? താങ്കൾ പറഞ്ഞു വളരെ ശരിയാണ്. സ്വയവും അണ്ടവും 2 സ്ഥലത്തിരുന്നാൽ പ്രോക്രിയേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് അവിടെ ഈ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. ആ ദൈവത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് നിങ്ങൾ കേട്ടത്. ദ വൺ ഹു വിൽസ്, ദ വൺ ഹൂസ് ദ ലോജിക് ഓർ ദ റീസൺ ആൻഡ് ദ വൺ ഹു എനർജൈസസ് ഇറ്റ്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്ന ക്രിസ്തീയ വിശദീകരണം എന്ന് പറയുന്നത് ഇത് പ്യുവർ ലോജിക്കാണ്. ദൈവം പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്കറിയാലോ, ഒരു വിത്ത് ഭൂമിയിൽ വീണാൽ, മറിയ എന്ന് പറയുന്ന ഭൂമിയാണെങ്കിൽ, അതങ്ങനെയാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. ഹി വാസ് ദ സോയിൽ അപ്പോൺ വിച്ച് ദ ഹോളി സീഡ് വാസ് പ്ലാന്റഡ്. അപ്പോ അവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? അത് വിത്ത് ദൈവം തന്നെയാണ്, ലോജിക്കാണ്. ഹി ഈസ് ദ ലോജിക്, ലോഗോസ്, വചനം ജഡമായി. എവിടെ നിന്നാണ് ജഡം സ്വീകരിച്ചത്? മറിയയിൽ നിന്നാണ് ജഡം സ്വീകരിച്ചത്. ഇത് ലോജിക് അല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ലോഹിതാക്ഷനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. 3 ലോസ് ഓഫ് ലോജിക് ആണ്. ഏത് ലോ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? താങ്കൾ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇനി KSG ഏകദേശം അരമണിക്കൂർ അദ്ദേഹം ചോദിക്കും. തിരിച്ചു ചോദ്യങ്ങളുണ്ടോ? അല്ലല്ല, ഇതൊന്നായിട്ടില്ല. കാരണം താങ്കൾക്ക് അവതരിപ്പിക്കാൻ സമയം തന്നു. പക്ഷെ താങ്കൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ആടിന്റെ സ്കിന്നിൽ നിന്നായാലും മനുഷ്യന്റെ സ്കിന്നിൽ നിന്നായാലും ആ കോശം എടുത്തിട്ട് ഇപ്പൊ സ്കിന്ന് വളർത്തിയെടുക്കാൻ അതുപോലെ ചിലതൊക്കെ പറ്റും. പക്ഷെ ആ സ്കിന്നിന്റെ കോശം എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീയുടെ ശരീരകോശത്തെയും രണ്ടിനെയും സംയോജിപ്പിക്കണം. ഇപ്പൊ പുരുഷന്റെ ബീജം അത് ഏത് ജീവിയുടെ ആയിക്കോട്ടെ, അത് സ്വയം വളരില്ല. അതിനൊരു ജീവനില്ലാത്ത ഒരു ജഡവസ്തുവായ ഒരു ജൈവപിണ്ഡമാണത്. അത് അണ്ടത്തിൽ ചെന്നാൽ മാത്രമാണ് അതിന് വളർച്ച ഉണ്ടാവുക. രണ്ടിന്റെയും സംയോഗത്തിലാണ് അതിന് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ ഒരിക്കലും ഈ പറയുന്ന 2 കോശങ്ങള് അതിന്റെ ഇഷ്ടത്തിന് കൂടിച്ചേരില്ല. അവ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ലാബിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ലാബിലായാലും ഇതിനെ സംയോജിപ്പിക്കണം. എന്നിട്ട് ഭ്രൂണം വരെ വളർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നിട്ട് ആ ഭ്രൂണം പൂർണ്ണ വളർച്ചയായി ഒരു ശിശു ആകണമെങ്കിൽ അതിനെ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കണം. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. നാളെയും അങ്ങനെ തന്നെയാവുള്ളൂ. ഇത് രണ്ടും ഇല്ലാതെ നടക്കില്ല. ഒന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദിവ്യഗർഭത്തിൽ ഇദ്ദേഹം പറയുന്നത് ശാസ്ത്ര വിരുദ്ധമാണ്. ഒന്ന് തിരുത്തി കൊടുക്കണം. കാരണം ഇടപെടല്ലേ, സ്ത്രീയുടെ ശരീരത്തില് നിക്ഷേപിക്കാതെ ഒരു കുട്ടി
ജനിക്കില്ല എന്ന് പറയുന്നത് ഇന്നത്തെ ശാസ്ത്രത്തിനോടുള്ള വെല്ലുവിളിയാണ്. സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഇല്ലാതെ തന്നെ കുട്ടികൾ ജനിക്കുന്നുണ്ട്. നിങ്ങളത് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബേസിക് ഗൂഗിൾ സെർച്ചിൽ കിട്ടാവുന്നതാണ്. ഒരിക്കലുമില്ല. ബേസിക് ഗൂഗിൾ ഞാൻ പറയുന്നത് ശാസ്ത്ര വിരുദ്ധ പ്രസ്താവന. ഞാനിതൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാ. അങ്ങനെ ഒരു സംവിധാനമില്ല. ഭ്രൂണം വരെ വളർത്തുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതിനുശേഷം അതൊരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കണം. അപ്പോൾ മാത്രമാണ് അതൊരു പൂർണ്ണ ശിശുവായിട്ട് വളർന്നു വരികയുള്ളൂ. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഭാവിയിൽ ഉണ്ടാകുമെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം. കാരണം ആവശ്യത്തിന് ഓക്സിജനും രക്തം പോലുള്ള സംവിധാനങ്ങളും അതിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ കിട്ടുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയാൽ സാധിക്കും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ നിലവിലില്ല. മാത്രല്ല അവിടെ മീഡിയേറ്റർ ആവശ്യം വരുന്നുണ്ട്. സയന്റിസ്റ്റുകള് നിങ്ങൾ കേട്ടെ, ഇതൊരു സയൻസ് ചർച്ചയല്ല. ഇവിടെ നടക്കുന്ന ലോജിക്കാണ് ചർച്ച. ഇത് പോസിബിൾ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതൊരു സയൻസ് ചർച്ചയല്ല. ഈജിപ്തിലെ നിങ്ങൾ വേണം വെക്കട്ടെ, ഇതൊരു സയൻസിലെ ചർച്ചയല്ല. ഇത് സയൻസിൽ 2026 നടക്കോ ഇല്ലയോ എന്നുള്ള ചർച്ചയേ അല്ല. ഇത് ലോജിക്കലി പോസിബിൾ ആണോ എന്ന് മാത്രമേ. കണ്ടോ, ക്രിസ്തുവിന്റെ ജനനം ലോജിക്കോ എന്ന് മാത്രമേ അല്ല. ലോജിക്കലി പോസിബിൾ ആണോ നിങ്ങൾ പറ. അതായത് 2026 നടക്കില്ല, നാളെ നടന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പരാജയപ്പെട്ടു. 2026 നടന്നിട്ടില്ല, നാളെ നടന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോജിക്കലി പോസിബിൾ ആണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നടക്കാന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല. അത് ഇതുപോലുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. ആ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ദിവ്യമായ ഒരവസ്ഥയിൽ അങ്ങനെ ഒരു സൃഷ്ടി, ഒരു നിർമ്മാണം നടക്കില്ല. അത് ശാസ്ത്രം തലകുത്തി നിന്നാൽ പോലും സാധ്യമല്ല. ശാസ്ത്രം പോലും സമ്മതിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് താങ്കൾ വാദമായിട്ട് ഉന്നയിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും കൂടെ പറയാണ്, ലോജിക്കലി പോസിബിൾ ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത് പോസിബിൾ ആണ് എന്ന് പറഞ്ഞതോടുകൂടി നിങ്ങൾ ഈ ചർച്ചയിൽ പരാജയപ്പെട്ടു. ഇന്നോ നാളെയോ എന്ന് ഇടയ്ക്കല്ലേ സുഹൃത്തെ, ഇടയ്ക്കല്ലേ ഞാൻ പറയട്ടെ. ഇവിടുത്തെ ചർച്ചയുടെ വിഷയം ഇതായിരുന്നു. ലോജിക്കലി പോസിബിൾ ആണോ എന്നുള്ളത് മാത്രമേ, സയന്റിഫിക്കലി പോസിബിൾ ആണോ, നാച്ചുറലി പോസിബിൾ ആണോ എന്നുള്ളതല്ല ചർച്ച. ഇന്ന് നടക്കില്ല, നാളെ നടന്നേക്കാം എന്ന് പറഞ്ഞതിൽ കൂടെ നിങ്ങൾ ഇത് ലോജിക്കലി പോസിബിൾ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടെ പറയാം, ഈ ചർച്ച ഇന്ന് നടന്നോ നടന്നില്ലയോ എന്നുള്ളതല്ല. നടക്കൂ എന്നുള്ള കാര്യം വേറെ കാര്യമാണ്. ഞാൻ അതിന്റെ പേരും പറഞ്ഞു. IVG എന്നുള്ള ടെക്നോളജി വെറും 10 വർഷത്തിനുള്ളിൽ വളരെ സർവ്വസാധാരണമാകും എന്നുള്ള കാര്യമാണ് സയൻസ് ജേർണൽസ് പറയുന്നത്. IVG എന്നാണ് അതിന്റെ പേര്. നമുക്കിന്ന് ക്ലോണിങ്, അതിനകത്ത് സെല്ലുകളാണ് നടക്കുന്നത്. അതിനകത്തൊരു സ്ത്രീയുടെ ഗർഭാശയം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാതെയും, അതായത് നമുക്ക് പിന്നെ കൺഡ്യൂസീവ് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ നടത്താം എന്നുള്ള കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് നടത്താമെന്നുള്ള കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളത് നാളെ പോസിബിൾ ആണ് എന്ന് പറഞ്ഞതോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നടക്കണമെന്നൊന്നും എനിക്ക് അവകാശവാദമില്ല. കാരണം ഇൻഫിനിറ്റ് നോളജ് ഉള്ള ദൈവത്തിന് അത് നടത്താൻ പറ്റും. ഒബിയസ്ലി അതാണ് ഞങ്ങളുടെ ക്ലെയിം. അതൊരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ആണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം. നമ്മൾ ഒരിക്കലും പറയുന്നില്ല നാച്ചുറൽ ലോസ് എല്ലാം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും പറയുന്നില്ല. ഞാൻ അതിനെ ലോജിക്കലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. വില്ല് ഇച്ഛിക്കുന്ന ഒരാള്, ഊർജം, അതായത് എനർജിയാ, അതുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ലോജിക് ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റ് ഉണ്ട്, സബ്സ്റ്റൻസും ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഈ കാര്യം നടക്കാമെന്ന് ലോകിതാക്ഷൻ ജി ഓൾറെഡി പറഞ്ഞതിൽ കൂടെ ഐ റെസ്റ്റ് മൈ കേസ്. താങ്ക് യു. ഇല്ലില്ല, തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നടക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ സ്ത്രീയുടെ അണ്ഡത്തിന്റെയും പുരുഷന്റെ ബീജത്തിന്റെയും അനിവാര്യത വേണം. 2, ലാബില് ഒരു ഗർഭാശയം പോലുള്ള സംവിധാനം ഒരുക്കണം. ഇതൊന്നും ദിവ്യഗർഭം പോലെ സംഭവിക്കുന്ന ഒന്നല്ല. ഇവിടെ മനുഷ്യൻ അതിന് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അവന്റെ സമ്പൂർണമായ കഠിനാധ്വാനവും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ദിവ്യമായ ഒരു രീതിയിലല്ല അത് നടക്കുന്നത്. പുരുഷ ബീജത്തെയും സ്ത്രീ അണ്ഡത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ അവിടെയും മനുഷ്യന്റെ സപ്പോർട്ട് വേണം, സയന്റിസ്റ്റുകളുടെ സഹായം വേണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ആജ്ഞ ഉണ്ടായാലൊന്നും അത് നടക്കില്ല. അവിടെ കർമ്മം തന്നെ വേണം, പ്രവൃത്തിയും കൂടി വന്നെങ്കിലേ ആ സംഭവം അവിടെ നടക്കുകയുള്ളൂ. അത് 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് ദിവ്യഗർഭം പോലെ ഉണ്ടാകുമെന്നല്ല പറഞ്ഞേ. ഭാവിയിൽ ഒരു കൃത്രിമമായ ഗർഭാശയം പോലും നിർമ്മിക്കാൻ സാധിക്കുമായിരിക്കാം. ഇതുവരെ ഇല്ല, സാധിക്കുമായിരിക്കാം. അപ്പോഴും
അവിടെ ദിവ്യഗർഭത്തിന്റെ അവസ്ഥ വരുന്നില്ല. അവിടെ കഠിനാധ്വാനം തന്നെയാണ് വരുന്നത്. ഇത് രണ്ടിന്റെയും സഹായമില്ലാതെ ഒരിക്കലും കൃത്രിമമായിട്ട് പോലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നിരിക്കെ പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ തന്നെ അത് പൊളിഞ്ഞു എന്ന് പറയുന്നത്? താങ്കളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ലോസ് ഓഫ് ലോജിക് എന്ന് താങ്കൾക്ക് അറിയാമോ? താങ്കൾ അതൊന്ന് വിശദീകരിക്കും. അല്ല, താങ്കൾക്ക് അറിയാവുന്നതാണ് ചോദിച്ചത്, എനിക്ക് വിശദീകരിക്കാനല്ല പറഞ്ഞത്. താങ്കൾക്ക് ഞാൻ ഇത് ഇല്ലോജിക്കലാണെന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് എന്താണല്ലോ ലോഹിതാക്ഷൻ നിങ്ങൾ ഇത്ര നേരം ചോദിച്ചില്ലേ? അല്ലല്ല, കേസ് ഇവിടെ ഇല്ലേ? അല്ലല്ല, ഇനി ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയട്ടെ. എന്താണ് ലോസ് ഓഫ് ലോജിക്? ലോഹിതാക്ഷൻ പറയും. ഇല്ല, എന്നോടുള്ള ചോദ്യമല്ല, ഇവിടെ താങ്കളുടെയാണ് അവതരണമായിരുന്നത്. അപ്പൊ താങ്കളോടാണ് ചോദ്യമുള്ളത്. ഇല്ല, ഇത് വൺ സൈഡ് അല്ലല്ലോ. ഇത് ക്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, വൺ സൈഡ് മാത്രമല്ലല്ലോ. ഇല്ല, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെയല്ലേ നമ്മൾ എഗ്രി ചെയ്തത്. ഞാനൊരു പറഞ്ഞോട്ടെ, മോഡറേറ്റ് ചെയ്തോട്ടെ. അതായത് ഇത് സ്കോളാസ്റ്റിക് ആയിട്ടുള്ള ചർച്ച നീണ്ടു കഴിഞ്ഞാൽ ഇത് എല്ലാ വിഷയങ്ങളും നമുക്കൊരു എൻസൈക്ലോപ്പീഡിയ ആയിരിക്കില്ല രണ്ടുപേരും. ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ലോഹിതാക്ഷൻ അറിയില്ലായിരിക്കും, ലോഹിതാക്ഷൻ അറിയുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിയില്ലായിരിക്കാം. അപ്പൊ നമ്മൾ സ്കോളാസ്റ്റിക് ചർച്ചയിലേക്ക് പോകണ്ട. പിന്നെ ഈ ചർച്ചയിൽ ഞാൻ ഇടപെടുന്ന ഒരു മര്യാദ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോ അതെയാണ് മോഡറേറ്റർ അല്ലേ, അതായത് അദ്ദേഹത്തിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അവസരം എനിക്കും വേണ്ടേ? അത് പറഞ്ഞു. ലോഹിതാക്ഷൻ പറയും ലോസ് ഓഫ് ലോജിക് ബ്രേക്ക് എന്ന് പറഞ്ഞു. എന്താണ് ലോസ് ഓഫ് ലോജിക് എന്ന് ലോഹിതാക്ഷൻ പറയൂ. എനിക്കറിയില്ല, താങ്കൾ അതേ കുറിച്ചൊന്ന് വിശദീകരിക്കൂ. ഏത് ലോസ് ഓഫ് ലോജിക് ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? എനിക്കറിയില്ല, താങ്കൾ അത് വിശദീകരിക്കൂ, അപ്പൊ ഞാൻ മറുപടി പറയാം. ഓക്കെ, അതായത് ലോസ് ഓഫ് ലോജിക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ക്രിസ്തുവിന്റെ ജനനം ലോസ് ഓഫ് ലോജിക് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ വളരെ കൃത്യമാണ്. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത് നാച്ചുറൽ ലോസ് അതുപോലെ തന്നെ ഫോളോ ചെയ്തു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങൾ അറിയാതെ ക്രിസ്ത്യാനികളെ വിമർശിക്കാൻ വന്നാലുള്ള ബുദ്ധിമുട്ടാണ് മനസ്സിലാകുന്നത്. അതായത് 3 ലോസ് ഓഫ് ലോജിക് ആണുള്ളത്. 3 ലോസ് ഓഫ് ലോജിക് ആണ് അരിസ്റ്റോട്ടിലിയൻ ലോസ് ഓഫ് ലോജിക് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 ലോസ് ഓഫ് ലോജിക്കിൽ ഏതെങ്കിലും തെറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്ന ലോസ് ഓഫ് ലോജിക് അല്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് ലോ ഓഫ് ഐഡന്റിറ്റി, ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ, ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ, അതായത് ഒരു കാര്യം അതാണ് എ ഈസ് എ. ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരേ സമയം ആകാനും അല്ലാതിരിക്കാനും കഴിയില്ല. അതായത് എ നോട്ട് എ ആവാൻ പറ്റില്ല. ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്താവനയ്ക്ക് അത് സത്യമോ അസത്യമോ ആകാൻ പറ്റില്ല. അപ്പൊ ഈ 3 നിയമങ്ങള് ലംഘിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിന്റെ ജനനം ഇല്ലോജിക്കലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനിവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സയൻസില് പോസിബിലിറ്റി പറഞ്ഞാൽ പോലും, കാരണം ഇന്ന് ഇപ്പൊ നമുക്കറിയാലോ, നിങ്ങളുടെ പുഷ്പവിമാനം പറപ്പിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ മനുഷ്യർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എയറിൽ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ പറ്റില്ല എന്ന് പറയും. പക്ഷെ അത് ഇല്ലോജിക്കലാകില്ല. മനസ്സിലായില്ലേ? അത് അന്ന് നടന്നില്ലായിരിക്കാം, പക്ഷെ 2000 വർഷം എടുത്തു, അല്ലെങ്കിൽ 50,000 വർഷം എടുത്തു നിങ്ങളുടെ കണക്കനുസരിച്ചിട്ട്. സംഭവം നടന്നു, ലോജിക്കലാണ്, പോസിബിൾ ആണ്. ഇന്ന് മനുഷ്യന് പ്രോക്രിയേഷന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ സെൽസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ അറിവ്. ഞാൻ വായിച്ച എല്ലാ ജേർണൽസും അതാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് അതില്ല. എനിക്കറിയില്ല അദ്ദേഹം ഏത് സയൻസ് നോക്കിയിട്ടാ പറയണേന്ന് അറിയില്ല. അദ്ദേഹം പറയുന്നു, കാരണം ഇത് തിരുത്താൻ പറ്റില്ല. അദ്ദേഹം ഹീസ് നോട്ട് റിസെപ്റ്റീവ്. അയാൾ പറഞ്ഞ വാദങ്ങൾക്ക് അദ്ദേഹത്തിന് പോയിന്റ് വയ്ക്കാൻ പറ്റില്ല. ഞാൻ ഇതിന്റെ പേര് പറഞ്ഞു, അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് പറഞ്ഞു. വിത്തിൻ 5 to 10 years ഈ ഇത് വളരെ കോമൺ ആവുമെന്ന് പറയുന്നത് എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ഡോളി എന്ന് പറഞ്ഞൊരു ആട്ടിൻകുട്ടി ഉണ്ടായതാ. ആടിന്റെ സെല്ലിൽ നിന്നാണ്. ക്ലോണിങ് വളരെ, ചൈനയിലൊക്കെ ഓൾറെഡി ഹ്യൂമൻ ഈ സോൾജേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവര് പിന്നെ ക്ലോണിങ്ങിലൂടെ ഒത്തിരി സോൾജേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും പോസിബിൾ ആണെന്നുള്ള കാര്യം, ലോജിക്കലി പോസിബിൾ ആണെന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇദ്ദേഹം പറയുന്നു ലോജിക്കലി പോസിബിൾ ആണ് എങ്കിൽ ഇല്ലോജിക്കൽ അല്ല. അപ്പൊ ഇദ്ദേഹം ഇതുവരെ ലോസ് ഓഫ് ലോജിക് എന്താണ് എന്ന് അറിയാതെയാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇത് പത്തറ്റിക് ആണ്. കേസി ഐ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. ഒരു സയൻസ് ആസ്പെക്ട് പറഞ്ഞോട്ടെ, അത് അനുവദനീയമാണോ? ഈ കേസിലും തർക്കത്തിലും ഞാൻ ഇടപെടുന്നില്ല. ഒരു സയൻസ് ആസ്പെക്ട് പറഞ്ഞോട്ടെ, അതാണ് എന്റെ ചോദ്യം. അത് നിങ്ങളുടെ പെർമിഷനോടുകൂടി പറയാന്ന് വിചാരിച്ചിട്ട്.
കാരണം എന്താ വെച്ചാലേ മോഡറേറ്റ് ഇതിൽ ഏതെങ്കിലും ഇതില് അബ്സല്യൂട്ട് റൈറ്റ്. ഞാൻ ഐ റെസ്റ്റ് മൈ കേസ്. എന്റെ കേസ് അപ്പൊ കഴിഞ്ഞു. അത് പറയാം ഒരു എഗ്ഗും സ്പേമുമായിട്ട് കൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഹാപ്ലോയിഡ് പൊസിഷനുള്ള ക്രോമസോം ആയിരിക്കണം. അതായത് ഇപ്പൊ നമുക്ക് മനുഷ്യന് ഇപ്പൊ യേശുവിന് 46 ക്രോമസോം ഉണ്ടായിരിക്കും, 46 ക്രോമസോം. അപ്പോൾ ഈ സംയോഗം നടക്കുന്ന സമയത്ത് മിയോസിസ് എന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക് ദൈവവും പോകേണ്ടി വരും, മേരിയും പോകേണ്ടി വരും. അപ്പൊ മേരിയിൽ 23 ഹാപ്ലോയിഡ് ക്രോമസോംസ് നിലനിൽക്കുമ്പോൾ മാത്രമേ, അതുപോലെ ദൈവത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റിൽ നിന്നും 23 ഹാപ്ലോയിഡ് ക്രോമസോം നിലനിൽക്കുമ്പോൾ മാത്രമേ ഇവ സംയോജിച്ചാൽ മാത്രമേ 46 ക്രോമസോം ഉണ്ടാവുന്ന ഒരു മെയിൽ ഉണ്ടാവുള്ളൂ. അത് ഇപ്പോ ഈ ഹോളി സ്പിരിറ്റിൽ ഉണ്ടാവുമോ? ഈ മിയോസിസ് എന്ന് പറയുന്നത് ഈ മിയോസിസ് അവിടെ നടന്നിട്ടുണ്ടാവുമോ? അതാണ് ചോദ്യം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. കാര്യങ്ങള് ഇവിടെ ഇരിക്കുന്ന ലിസണേഴ്സിന് ബോധ്യപ്പെടാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ലോജിക്കലി പോസിബിൾ ആണോ എന്ന് മാത്രമായിരുന്നു ഇവിടുത്തെ ചോദ്യം. ഇറ്റ്സ് ഇറ്റ് ലോജിക്കലി പോസിബിൾ? അതായത് ഹ്യൂമൻ സെൽസിൽ നിന്ന്, അതായത് പേരന്റ് ഇല്ലാതെ, അപ്പനില്ലാതെ ഒരു കുട്ടി ഉണ്ടാകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ലോഹിതാക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതെനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് തന്നെ അതിന്റെ ടെക്നോളജി ഇടയ്ക്ക് കയറില്ലേ ലോഹി ഇടയ്ക്ക് കയറില്ലേ? അപ്പൊ താങ്കൾ പറഞ്ഞ കേസ് അനുസരിച്ചിട്ട് 2026 പോസിബിൾ ആവില്ല, ഒരു പക്ഷെ നാളെ പോസിബിൾ ആവും എന്ന് പറഞ്ഞോടുകൂടി എന്റെ ചർച്ച ഇവിടെ കഴിഞ്ഞു. ഇപ്പൊ KSG പറഞ്ഞ കാര്യം, നമ്മൾ സയൻസിന്റെ കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതെങ്ങനെ നടന്നു എന്നുള്ള കാര്യം. ദൈവം എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം ക്രിസ്ത്യാനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്ങനെയാണ് അതിന്റെ മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് മെക്കാനിക്സ് പഠിക്കാൻ പറ്റും. ആ മെക്കാനിക്സ് പഠിക്കുന്നതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് യൂണിവേഴ്സ് ഈസ് ഇൻഫിനിറ്റ്ലി ഇന്റലിജിബിൾ. ഇപ്പൊ നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട് സ്കൂളിൽ. വൈ? ബിക്കോസ് ദർ ആർ സർട്ടൻ ലോസ് പെർട്ടൈനിങ് ടു ഇറ്റ്. ദർ ആർ സർട്ടൻ ലോസ് വിച്ച് ആർ ലോജിക്കൽ. ദർ ആർ സർട്ടൻ യൂണിവേഴ്സൽ ലോ. ഫോർ എക്സാമ്പിൾ, ഗ്രാവിറ്റി എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോ നമുക്ക് ലോജിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പൊ ഈ യൂണിവേഴ്സൽ ലോസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സയൻസ് തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ദൈവം ചെയ്തത് എന്നുള്ള കാര്യം പ്രോബബ്ലി വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് മനസ്സിലാക്കാനുള്ള ടൂള് മാത്രമാണ് സയൻസ്. അപ്പൊ സയൻസ് ഉള്ളു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം, നല്ലൊരു പ്യൂഷയുടെ കാർ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പരിപാടി ടൊയോട്ടയുടെ കാറ് കാണുക. അപ്പൊ ആ കാറിന്റെ അകത്ത് ഇരുന്നിട്ട് പറയാണ് ഇതിനൊരു ക്രിയേറ്റർ ഇല്ല എന്ന് പറയുന്നത് പോലെ മാത്രമാണ് ഈ ആളുകൾ ഇവിടെ ഇരുന്ന് പറയുന്നത് ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ സാധനം ഇല്ല, അല്ലെങ്കിൽ ഈ ക്രിയേറ്റർ ഇല്ല. മനസ്സിലായി? ഇപ്പൊ ഹെൻറി ഫോർഡ് ഉള്ളത് കൊണ്ട്, ഒരു കാർ ഉള്ളത് കൊണ്ട് ഹെൻറി ഫോർഡിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിനെ കൂടിയാണ് ഇതിന്റെ ഡിസൈനിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിന്റെ ജനനം അതെന്തായിരുന്നു? ആ സബ്സ്റ്റൻസ് എന്താണ്? മേരിയാണ് സബ്സ്റ്റൻസ്. അതിന്റെ എനർജി എന്താണ്? ഹോളി സ്പിരിറ്റ് ആണ്. ആരാണ് വില്ല് ചെയ്ത്? പിതാവാണ്. അതിന്റെ ഇൻഫർമേഷൻ ആൻഡ് ലോജിക് ആരാണ്? പുത്രനാണ്. ദർ ഇസ് എ സിംഗിൾ ആക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവിടെ നമുക്ക് വില്ല് ചെയ്യുന്ന ഏജന്റ് ഉണ്ട്, അവിടെ പവർ ഉണ്ട്, അവിടെ ഇൻഫർമേഷൻ ആൻഡ് റീസൺ ആൻഡ് ലോജിക് ഉണ്ട്. ഈ 3 കാര്യങ്ങളും കൂടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രോജനീസ് നടന്നേ പറ്റൂ. ഇതാണ് ഇവിടുത്തെ എക്സ്പ്ലനേഷൻ. ഇത് ഇല്ലോജിക്കലാണെന്ന് തെളിയിക്കാൻ ഞാൻ 3 ലോസ് ഓഫ് അരിസ്റ്റോട്ടിലിയൻ ലോസ് ഓഫ് ലോജിക് ആണുള്ളത്. ഇതിൽ ഏതാണ് ലോഹി കൊണ്ടുവരുന്നതെന്ന് ഞാനൊരു 10 പ്രാവശ്യം ചോദിച്ചു. ഇനിയും അദ്ദേഹത്തിന് ലോസ് ഓഫ് ലോജിക് എന്താണെന്നേ അറിയാതെയാണ് ക്രിസ്തുവിന്റെ ജനനം ലോജിക്കോ എന്നുള്ള ചർച്ച കൊണ്ടുവരുന്നത്. വളരെ ഗതികെട്ട അവസ്ഥയാണ്. അത് ശരിയാകുന്നില്ല. ഒരു മിനിറ്റ് ചോദിക്കുന്നുണ്ട്. തലോടി സാർ ആരെങ്കിലും റിമൂവ് അടിച്ചായിരുന്നു? അതിലേക്കൊക്കെ പോവാം. വളരെ മോശമായി പോയി. ഇവിടെ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ശുദ്ധ സംബന്ധമാണ്. ഈ ലോസ് ഓഫ് ലോജിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മറയുണ്ടാക്കിയിട്ട് ഈ സാധനത്തെ എന്താ പറയാ നിശ്ചലമാക്കി കളയാന്നൊന്നും താങ്കൾ ധരിക്കണ്ട. താങ്കളുടെ സദാസമയം ആടിനെ പട്ടിയാക്കുന്ന ഒരു ചർച്ചയാണ് വെച്ചിട്ടുള്ളതും എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. കാരണം ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ഭാവിയിൽ എന്താ പറയാ പുരുഷന്റെയും സ്ത്രീയുടെയും അണ്ടാംശങ്ങളില്ലാതെ കുട്ടിയെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയാത്തൊരു കാര്യമാണ്.
പക്ഷെ താങ്കൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് അതിനെ പിടിച്ച് ന്യായീകരിക്കുകയാണ്. ദിവ്യഗർഭം ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നതിൽ പോലും കൃത്യമായ കർമ്മ പദ്ധതികളുണ്ട്, ചിന്താ പദ്ധതികളുണ്ട്. വെറുതെ ഒന്നും ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. അതിനൊക്കെ കൃത്യമായ പദ്ധതികളുണ്ട്. ഇപ്പൊ താങ്കൾ ഇവിടെ ഇപ്പൊ ലോസ് ഓഫ് ലോജിക് എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടുവന്നിട്ട് അതിലെല്ലാം കൂടി കൂട്ടിക്കെട്ടാന്നൊന്നും കരുതണ്ട. താങ്കൾ എന്റെ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടികളെ നൽകിയിട്ടില്ല. ലോജിക്കാണ് ചർച്ച ചെയ്യുന്നത്. താങ്കളാണ് അതിനെ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് ശാസ്ത്രത്തെ കുറിച്ചൊന്നും കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, ശാസ്ത്രം പറഞ്ഞപ്പോഴും താങ്കൾക്ക് അവിടെ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈജിപ്തിലെ കഥ എങ്ങനെ യേശുവിന്റെ കഥയായി എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം തന്നിട്ടില്ല താങ്കൾ. കഥ ആർക്കും വേണമെങ്കിൽ എഴുതിയിട്ടുണ്ടാക്കാം. തെളിവില്ലാത്ത പ്രമാണങ്ങളില്ലാത്ത എന്ത് അവകാശവാദങ്ങളും ആർക്കും ഉന്നയിക്കാം. പക്ഷെ ഇതിനൊന്നും താങ്കൾ ഉത്തരം നൽകിയിട്ടില്ല. ഇപ്പോഴും താങ്കൾ തെറ്റിദ്ധരിപ്പിക്കണം. പറഞ്ഞു, അതായത് പുഷ്പവിമാനമുള്ള ഒരു കഥയുള്ളത് കൊണ്ട് റൈറ്റ് സഹോദരന്മാർ വിമാനം ഉണ്ടാക്കിയിട്ടില്ല, അത് ഇല്ലോജിക്കലാണെന്ന് ഇദ്ദേഹത്തിന്റെ വാദം അനുസരിച്ച് പറയേണ്ടി വരും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇദ്ദേഹം പറഞ്ഞത് എന്ത് ലോസ് ഓഫ് ലോജിക് അനുസരിച്ചാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം ഇല്ലോജിക്കലായെന്ന് ഒരു ലോസ് ഓഫ് ലോജിക്കും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം സയൻസിന്, മൂന്നാമത്തെ പോയിന്റ്, സയൻസിനെ ഇദ്ദേഹം കൂട്ടുപിടിച്ചു. സയൻസിൽ ഞാൻ വളരെ കൃത്യമായിട്ട് അതിന്റെ ടെർമിനോളജി വരെ പറഞ്ഞു. ഇന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും ബീജമില്ലാതെ തന്നെ കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നോളജി 2026 സർവശക്തനായ ദൈവത്തിന് സാധിക്കില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക് അനുസരിച്ചാണെന്നുള്ള കാര്യത്തിന് താങ്കൾ ഇനിയെങ്കിലും കേസ് ഇടപെടണം. ഇദ്ദേഹം ഏത് ലോജിക്കാണ് ബ്രേക്ക് ആയിരിക്കുക എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ഇനിയെങ്കിലും കേസ് ഒന്ന് ഇടപെടണം. ക്രിസ്തുവിന്റെ ജനനത്തിൽ ബ്രേക്ക് ആയിട്ടുള്ള ലോജിക് എന്താണെന്ന് ലോഹിതാക്ഷനോടൊന്ന് പറയണം. അതല്ല, ഈ കാര്യങ്ങൾ പറയാം. ഈ ലോ ഓഫ് ലോജിക് എന്ന് പറയുന്നത് ഒരു ആശയവാദപരമായ തത്വശാസ്ത്ര പദ്ധതിയാണ്. ഈ തത്വശാസ്ത്രം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ അജിയുടെ തത്വശാസ്ത്ര ചിന്ത ആയിരിക്കില്ല എന്റെ ആയിരിക്കില്ല ലോഹിതാഷിന്റെ. അതുകൊണ്ട് അതിനൊരു യൂണിഫോമിറ്റി ഇല്ല, ഒരു യൂണിവേഴ്സാലിറ്റിയും ഇല്ല. ഇത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ആശയവാദ തലത്തിലുള്ള ഫോർമൽ ലോജിക്കിന്റെ 3 തത്വങ്ങളാണ്. ഇത് ഫോർമൽ ലോജിക്ക് എല്ലായിടത്തും അപ്ലിക്കബിളും അല്ല. അപ്പോ പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ലോജിക്കൽ 3 നിയമങ്ങളാണ് ഈ പറയുന്നത് അരിസ്റ്റോട്ടിലിന്റെ. ഇത് കൂടാതെ ക്രിസ്തുവിന്റെ ജനനത്തിൽ എന്താണ് ഇല്ലോജിക്കലായിട്ടുള്ളത് അദ്ദേഹം താങ്കൾ പറഞ്ഞില്ലല്ലോ. ലോജിക്ക് പറയൂ. ലോജിക്ക് അല്ല, ലോജിക്ക് എന്ന് എന്നോടാണ് ചോദിക്കണമെങ്കിൽ ലോജിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് 3 ലോസ് ഓഫ് ലോജിക്ക് അരിസ്റ്റോട്ടിലിന്റെ ഇറ്റ്സ് എ ഫോർമൽ ലോജിക് എന്നാണ് അറിയപ്പെടുന്നത്. ലോജിക്കിന് പല ജാതികളുണ്ട് എന്ന് പറഞ്ഞാൽ ഡയലക്റ്റിക്കൽ ലോജിക് ഉണ്ട്, മറ്റേത് ലീനിയർ ലോജിക് ഉണ്ട്, നോൺ ലീനിയർ ലോജിക് ഉണ്ട്. ഇങ്ങനെ ഒരു ഒത്തിരി വിധ ക്ലാസ് ഉണ്ട്. ഇപ്പൊ അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തം അനുസരിച്ചിട്ട് അത് അരിസ്റ്റോട്ടിലിന്റെ 3 പ്രമാണങ്ങളാണ്. എല്ലാ പ്രമാണങ്ങളും ഡോഗ്മയാണ്, വിഗ്രഹങ്ങളാണ്. ഒരു വിഗ്രഹം വെച്ചിട്ട് നമുക്ക് അവസാനത്തെ അബ്സല്യൂട്ട് മീനിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 3 മാർഗങ്ങളും അത് ആര് ചെയ്താലും, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പോലും അത് എന്റെ തലയുടെ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് എനിക്ക് തോന്നുന്ന വ്യക്തിപരമായ ലോജിക്കാണ്. അതിലൊന്നും അർത്ഥമില്ല. ഇവിടുത്തെ വിഷയം പ്രിമൈസസ് ദിവ്യഗർഭത്തെ കുറിച്ചാണ്, അല്ലാതെ ഇവിടെ ലോജിക്കിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല. ദിവ്യഗർഭം ഉണ്ടാവുന്ന രീതി എങ്ങനെയാണെന്ന് മാത്രമാണ് പ്രശ്നം. ദിവ്യഗർഭം ഇപ്പോ ലോജിക്കിനെ എതിരാകുന്നത് എങ്ങനെ? അല്ലല്ല, ദിവ്യഗർഭം ലോഹി, ഞാൻ രണ്ടുപേരോടല്ലേ സംസാരിക്കുന്നത്. ലോഹി മ്യൂട്ടി, ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കും. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യൂ. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്ത് കേസിന് ഞാൻ മറുപടി കൊടുക്കട്ടെ. എന്തുവാ കേസായത്? അതായത് താങ്കൾ പറയേണ്ട കാര്യം ലോസ് ഓഫ് ലോജിക്കോ അല്ലെങ്കിൽ ഏത് ലോജിക്ക്, ലോസ് ഓഫ് ലോജിക്ക് വിട്, ഏത് ലോജിക്കിനെയാണ് ക്രിസ്തുവിന്റെ ജനനം ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല താങ്കൾ. ഇവിടെ ഞാൻ ഏകദേശം 1.5 മണിക്കൂറായിട്ട് നമ്മൾ ഈ ചർച്ച നടക്കുകയാണ്. ഏത് ലോസിനെയാണ് അല്ലെങ്കിൽ ഏത് ലോജിക്കിനെയാണ് ബ്രേക്ക് ചെയ്തത്? കാരണം സബ്സ്റ്റൻസ് മേരിയുടെ ആണ്, വില്ല് ഏത് പിതാവാണ്, എനർജി അല്ലെങ്കിൽ എനർജി എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്, പിന്നെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റീസൺ ആൻഡ് ലോജിക് എന്ന് പറയുന്നത് പുത്രനാണ്. ഈ 3 കാര്യങ്ങളും സംയോജിച്ചാൽ സൃഷ്ടി പ്രോജനി നടന്നേ പറ്റൂ. ഇവിടെ ഏത് ലോജിക്കാണ് ബ്രേക്ക് ആയിട്ടുള്ളത്? കാരണം സൃഷ്ടിയിൽ തന്നെ നമുക്കറിയാൻ പറ്റും, പുരുഷന്റെ ബീജവും സ്ത്രീയുടെ ബീജവും ഇല്ലാണ്ട് ധാരാളം സൃഷ്ടികൾ നടക്കുന്നുണ്ട്, നമ്മുടെ പ്രോജനി നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാമല്ലോ, എന്താണ് സ്ത്രീയുടെ ഇതും പുരുഷന്റെ യോഗവും കൂടാതെ തന്നെയാണല്ലോ പല അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഇത്
ലോജിക് അല്ല, ലോസ് ഓഫ് ലോജിക്കിന്റെ പുറത്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി ഇല്ല ഇതിന്. ഇനി അത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ല, ഞങ്ങൾ പറയുന്നില്ല. ഇറ്റ്സ് എ റെയറസ്റ്റ് ഓഫ് ദ റെയർ ആണ്. അവിടെ ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. ഈ മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഇല്ലോജിക്കൽ അല്ല. മിറക്കിൾ മീൻസ് നാച്ചുറൽ ലോസ് ആർ സസ്പെൻഡഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയാം, നമ്മളൊരു കെമിക്കൽ റിയാക്ഷനോ ഒരു ഫിസിക്കൽ റിയാക്ഷനോ, കെമിക്കൽ റിയാക്ഷൻ തന്നെ എടുക്കുക. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ നമുക്കറിയാം, ഇപ്പൊ യുറേനിയത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നമുക്കറിയാം. ഈ ഹാഫ് ലൈഫ് കൂട്ടാനുള്ള ഒരു എക്സ്റ്റേണൽ ഏജന്റിന് പുറത്തുനിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആ എക്സ്റ്റേണൽ ഏജന്റ് ആണ് എന്ത്? ബൈ ഡെഫിനിഷൻ ഗോഡ് ഈസ് ദ എക്സ്റ്റേണൽ ഏജന്റ്. കാരണം അവൻ സൃഷ്ടിക്ക് പുറത്താണ്. ഹീ ക്യാൻ ഇന്റർവീൻ വെച്ചെവർ ടൈം ഹി പ്ലീസത്ത്. അപ്പൊ ഇത് ഇല്ലോജിക്കൽ ആണെന്ന് പറയാനാണ് ഞാനിവിടെ കേസിനെ പറഞ്ഞത്. കേസ് ഇതുവരെ കിടന്ന് ഇങ്ങനെ പറയണേ അല്ലാണ്ട് ഏത് ലോ ആണ് ക്രിസ്തുവിന്റെ ജനനത്തിൽ, ഏത് ലോസ് ഓഫ് ലോജിക് ആണ് ബ്രേക്ക് ചെയ്തെന്നുള്ള വിഷയം. കാരണം ഇത് താങ്കൾ പറഞ്ഞാൽ താങ്കൾ ഈ വലിയ ഒരു കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ആണിത്. ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ആണ് ക്രിസ്തുവിന്റെ ജനനം ലോജിക്കലാണെന്നുള്ള ക്ലെയിം. എന്ത് ലോ ആണ്? നാച്ചുറൽ ലോ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഒരു യൂണിവേഴ്സൽ അല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ കേസിനെ ഒന്നുമല്ലാതാക്കാണ്. കേസ് ഇടപെട്ടിട്ട് കേസിനെ ഒന്നും അല്ലാണ്ടാക്കുമെന്ന് താങ്കൾക്കെങ്കിലും മനസ്സിലായെങ്കിൽ സന്തോഷം. അല്ല, താങ്കളുടെ സൂത്രപ്പണികൾ കക്ഷിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ശാസ്ത്രീയമായിട്ട് പോട്ടെ, കേസ് ശാസ്ത്രീയമായിട്ട് പോട്ടെ. ഇദ്ദേഹം പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും അംശമില്ലാതെ സൃഷ്ടി നടത്താൻ ഇവിടുത്തെ ടൈറ്റില് ശാസ്ത്രമല്ല ലോജിക് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ലോജിക് ക്രിസ്തുവിന്റെ ജനനം ലോജിക്. മുകളിലെ ചർച്ച അജി പോൾ വേഴ്സസ് ലോഹിത. അപ്പൊ താങ്കൾ ലോജിക് വെച്ചിട്ട് സംസാരിച്ചു ആദ്യം. അപ്പൊ ലോജിക്കിന്റെ ചോദ്യം ചോദിച്ചപ്പോ താങ്കൾ അതിന് ഉത്തരം നൽകിയില്ല. എങ്ങനെയാണ് ഈജിപ്തിലെ ഹോറോസ് എന്ന് ലോജിക് ഏതാണ്? ഒന്നും കൂടെ ചോദിക്കാം. ഈ ചർച്ച ഇവിടെ നിർത്താം നമുക്ക്. ക്രിസ്തുവിന്റെ ജനനത്തില് ബ്രേക്ക് ആയിട്ടുള്ള ലോസ് ഓഫ് ലോജിക് ഏതാണ്? അല്ല, ഞങ്ങൾ നിർത്തണമെന്നില്ല. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഇന്ന് ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും ചർച്ച ഇന്ന് ഇട്ടിട്ട് അത് കേൾക്കാൻ താല്പര്യമുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ആടിനെ പട്ടിയാക്കാനൊന്നും ഞങ്ങളിവിടെ അനുവദിക്കില്ല. ലോജിക്കില് എങ്ങനെയാണ് ദിവ്യഗർഭത്തിന്റെ ലോജിക്? നിങ്ങൾ നാളെ എന്ത് ചെയ്യുന്നുള്ളല്ലേ ഇവിടെ മറുപടി പറയൂ. ക്രിസ്തുവിന്റെ നിങ്ങള് പിന്നെ റൂമിട്ട് ലോഹി ഇടയ്ക്കല്ലേ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മ്യൂട്ട് ചെയ്തില്ലേ? ഇടയ്ക്കല്ലേ നിങ്ങൾ ഇവിടെ മറുപടി പറയൂ. അപ്പുറം നിങ്ങൾ പലരും ദിവ്യഗർഭമല്ല, അതിനൊരു ലോജിക്. അവരത് കേക്ക്. നിങ്ങൾ അപ്പുറം റൂമിട്ട് വൺ സൈഡ് റൂമിട്ട് എക്കോ ചേമ്പറിൽ പറയണ കാര്യമില്ല. ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ലോഹിതാക്ഷൻ സാറ് അല്പമെങ്കിലും ഓണസ്റ്റി ഇന്റലക്ച്വൽ ആയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ജനനത്തിൽ ബ്രേക്ക് ആയിട്ടുള്ള ലോസ് ഓഫ് ലോജിക് അല്ലെങ്കിൽ എന്ത് ലോജിക്കാണ് ബ്രേക്ക് ആയെന്ന് ഇനിയെങ്കിലും പറയൂ. ഏതെങ്കിലും വ്യക്തികളുടെ അല്ല. ഈ യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും വ്യക്തി അയാൾക്ക് ഇഷ്ടപ്പെട്ടു പറയുന്നതല്ല. യുക്തി എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു എന്താണ്? അത് കേൾക്കാതെ അല്ല, അത് കേൾക്കൂ. ഒരു യുക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ പ്രപഞ്ചത്തില് ഇല്ലാത്ത ഒരു വസ്തു ഒരുവൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ നമുക്കറിയാം, അല്ല, വസ്തുക്കൾ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ സാമാന്യ യുക്തി എന്താണ്? വസ്തുവില്ലാതെ, ശില്പത്തിന് ആവശ്യമായ മെറ്റീരിയലും ഇല്ലാതെ ശില്പം നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സാമാന്യ യുക്തിയാണ്, നമ്മുടെ അനുഭവമാണ്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യുക്തി. അങ്ങനെയാണ്, അതും അനുഭവമാണ്. ഇപ്പൊ താങ്കൾക്ക് ഒരു ശില്പിയാണെന്ന് കരുതുക, താങ്കൾ ഒരു ശില്പിയാണ്. താങ്കൾക്ക് എന്തെങ്കിലും വസ്തുവില്ലാതെ ഒരു ശില്പം നിർമ്മിക്കാൻ കഴിയുമോ? ഒരു ഉത്തരം. ഇവിടെയാണ് ഈ ലോഹിതാക്ഷൻ സാറിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്. ഒരു ശില്പിക്ക് ശില്പം ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ വേണം. ഇദ്ദേഹം മെറ്റീരിയൽ സാധനങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. താങ്കള് ഒരു ശില്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് താങ്കൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. താങ്കൾ ഒരു എക്സ്റ്റേണൽ ഏജന്റ് ആണ്. താങ്കൾ ഒരു ശില്പിയാണെങ്കിൽ താങ്കൾ ആദ്യം ചെയ്യുന്നത് താങ്കളുടെ തലച്ചോറിൽ, എനിക്കറിയില്ല താങ്കൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് താങ്കൾ ആദ്യം ചെയ്യുന്നത് ഡിസൈനാണ്. അത് നടക്കുന്നതിനകത്ത് വരയ്ക്കുന്ന സ്ഥലം ഇല്ല. മനസ്സിലായോ? അത് താങ്കളുടെ മനസ്സാണ്. അല്ലെങ്കിൽ താങ്കൾ ആ ഡിസൈൻ ചെയ്യുന്നത്, താങ്കൾ ഒരു സ്വപ്നം കാണുന്നത്, എവിടെയെങ്കിലും വരയ്ക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ താങ്കൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. താങ്കൾ ഒരു സ്വപ്നം കാണുമ്പോൾ താങ്കൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. താങ്കൾ ഒരു സാധനത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ താങ്കൾ അതിനെ നമ്മൾ മെറ്റാ റിയാലിറ്റി എന്ന് പറയും. മനസ്സിലായില്ലേ?
അപ്പൊ ഈ മെറ്റ മീൻസ് നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ലോഹിതാക്ഷൻജി മറന്നു പോകരുത്. അതിനെയാണ് ദൈവം ആത്മാവാകുന്നു. ആത്മാവ് സ്വരൂപൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്പർശിക്കാൻ കഴിയില്ല. സ്ഥലകാല ബോധങ്ങൾക്ക് അതീതനാണ് അവൻ. അപ്പൊ അതായത് ദൈവം എന്ന് പറഞ്ഞാൽ സ്പർശിക്കാൻ പറ്റാത്തവനാണെന്നുള്ളതാണ്. ആ ദൈവം സബ്സ്റ്റൻസ് എടുത്തു എന്തിൽ നിന്ന്? മറിയയിൽ നിന്ന്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ലോജിക്കലി പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ച നമ്മളിവിടെ നിർത്താം. ലോജിക്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളുടെ അടുത്ത് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയാണ്. ശില്പിക്ക് ശില്പമില്ലാതെ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും താങ്കൾ സ്നേഹിക്കുന്നതിന് സബ്സ്റ്റൻസ് വേണോ? വേണ്ട. സ്നേഹം ക്രിയേഷൻ ആണോ? അതെ. സ്നേഹം എന്നുള്ളത് താങ്കളുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. കാണാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? ഇല്ല. അല്ലേ? അപ്പൊ ഈ എനർജി എന്താണെന്ന് ശാസ്ത്രത്തിന് ഇതുവരെ 2026 വരെ ഞാനൊരു പയ്യൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചാണ്. ലോഹിതാക്ഷൻജി എനിക്കറിയാം സംഭവം ഉരുപൊട്ടി. എനിക്ക് ഇടയ്ക്ക് കയറല്ലേ ഞാൻ മറുപടി പറയണ്ടേ? താങ്കൾ ഈ ജാതി വർത്താനമാണോ? വിഡ്ഢിത്തരം എന്നൊക്കെയാണോ പറയണേ? കേസി നമ്മള് ഡിബേറ്റ് അല്ലേ? കേസി ഇയാളെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അല്ല, താങ്കൾ എനിക്ക് തലയില്ല, ബ്രെയിൻ ഇല്ല എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ബ്രെയിൻ ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്, ബ്രെയിൻ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്. തീർച്ചയായിട്ടും ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ താങ്കൾ ഇടയ്ക്ക് കയറല്ലേ? ഇത് മ്യൂട്ട് ചെയ്യൂ. അല്ല, താങ്കൾ ഇതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ? അതിന് മറുപടി പറയണ്ടേ? ഈ KSG ഉറങ്ങിപ്പോയോ? കേസ് പറയൂ. അതെ, ഒന്നുകിൽ നമുക്ക് ഇത് ആരോഗ്യം അല്ലെങ്കിൽ എവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം. നമുക്ക് വളരെ മനോഹരമായ ഒരു ചർച്ചയായിരുന്നു. അതായത് ഇദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത് ഏത് ലോ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ജനനം ബ്രേക്ക് ചെയ്ത് അതുപോലെ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി കൊടുക്കുമല്ലേ? ഞാൻ ഈ കേസിന് മറുപടി കൊടുക്കുമല്ലേ? ഇടയ്ക്ക് സംസാരിക്കണേ ഇയാള് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. KSG ഇദ്ദേഹത്തിനോട് ഞാൻ താങ്കൾക്ക് മറുപടി പറയല്ലേ? അദ്ദേഹം സംസാരിക്കട്ടെ, അജി സംസാരിക്കട്ടെ, എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ സംസാരിച്ചാൽ മതി. അതായത് ഇദ്ദേഹത്തിന് ഞാനൊരു 10-15 പ്രാവശ്യം ചോദിച്ചു ഏത് ലോ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതുവരെ മറുപടി പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ചർച്ച തുടർന്ന് കൊണ്ടുവന്നതിൽ അർത്ഥമില്ല. അത് KSG പറഞ്ഞ് കറക്റ്റ് ആണ്. നമുക്ക് ഇത് ഇവിടെ വെച്ച് ആരോഗ്യകരമായിട്ട് നമുക്കിവിടെ എൻഡ് ചെയ്യാം. താങ്കൾ ഒരു നന്ദി പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. എൻഡ് ചെയ്തിട്ട് റൂം ഇടുക കേസായി. ഇതിന് കൃത്യമായിട്ട് മറുപടികൾ ഉണ്ട്. അത് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അല്ലെ, നമ്മളെന്താ വെച്ചാല് ഒരു ആരോഗ്യകരമായ ചർച്ചയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് ഞാനൊരു കാര്യം പറയണത്, ഇത് അരിസ്റ്റോട്ടിലിയൻ ലോജിക്ക് എന്ന് പറഞ്ഞ ഒരു കേവല പ്രമാണമൊന്നുമല്ല. അത് അരിസ്റ്റോട്ടിൽ എഴുതിയ ഒരു പ്രമാണമാണ്. അതെ, ഡിബേറ്റർ അല്ലെങ്കിലും ഇത് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടരുതല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാനിതിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ അരിസ്റ്റോട്ടിലിയൻ ലോജിക്ക് എന്ന് പറയുന്നത് ഒരു തത്വചിന്തനാണ് അദ്ദേഹം. അത്രേ ഉള്ളൂ. അദ്ദേഹം